ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജറായിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്ന മൊഡ്യൂളിൽ. സോ ആ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ എന്നാണ് നമ്മുടെ സിലബസിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡിസിൻഫെക്ഷൻ എന്നൊരു ടോപ്പിക്കുണ്ട്. പിന്നെ ബയോളജിക്കൽ സ്പെസിമെൻസ് സ്പിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത്രയുമാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്പെസിമെൻ സ്പില്ലേജിനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല. മേജറായിട്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ ആണ് ഇവിടെ, അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട്. നമുക്ക് ആക്ച്വലി സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഡിസിൻഫെക്ഷൻ എന്നൊരു ടേമാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡിസിൻഫെക്ഷൻ്റെ കൂടെ തന്നെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റെറിലൈസേഷൻ എന്നുള്ളത്. സോ സ്റ്റെറിലൈസേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആസ് ഡിസിൻഫെക്ഷൻ. സോ ഫസ്റ്റ് സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഓൾ കൈൻഡ് ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്രോ ഓർഗാനിസം ആണ് അല്ലേ. അതിപ്പോൾ ബാക്ടീരിയ ആകാം, മൈക്രോ ബാക്ടീരിയ, വൈറസ്, ഫംഗ, ഇങ്ങനെ പല ടൈപ്സ് ഉണ്ടാകാം അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു ഉണ്ട്, അതിൻ്റെ സർഫസോ അതിൻ്റെ പ്രതലങ്ങളിൽ അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നശിപ്പിച്ച് കളയുക, അങ്ങനെ ക്ലീൻ ആക്കി വെക്കുക. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ സ്റ്റേറ്റ്, അതായത് ഈ മൈക്രോ ഓർഗാനിസംസ് പൊതുവിൽ റെപ്ലിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഈ സ്പോറുകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ വെജിറ്റേറ്റീവ് പാർട്സും കാണും, ചിലപ്പോൾ സ്പോർസും കാണും. വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബിയൽ ഓർഗാനിസംസ് കിടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സോ സ്പോറുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എന്തെങ്കിലും സ്പോറുകളോ വെജിറ്റേറ്റീവ് പാർട്സോ എന്തുണ്ടെങ്കിലും അതിനെയും കൂടെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ. കംപ്ലീറ്റ്ലി അതിൽ ഒരു മൈക്രോബിയൽ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. ആൻഡ് ഇനി ഫെർദർ അത് ഒരു കോളനി ഉണ്ടാക്കുകയോ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലോട്ട് പോവുകയുമില്ല. അത്രയും പ്രോപ്പറായിട്ടുള്ളൊരു ക്ലീനിങ് ആണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ആൻഡ് അത് നമ്മൾ പല രീതിയിൽ ചെയ്യും, ഫിസിക്കലായിട്ടും കെമിക്കൽ മീൻസിലൂടെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെറിലൈസേഷന് നമ്മൾ എല്ലാം നശിപ്പിച്ച് കളയും, വെജിറ്റേറ്റീവ് സ്പോർസ് എല്ലാം നമ്മൾ നശിപ്പിച്ച് കളയും. ഇനി ഡിസിൻഫെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മേജറായിട്ടുള്ള പാത്തോജനിക് മൈക്രോ ഓർഗാനിസങ്ങളെയൊക്കെ എലിമിനേറ്റ് ചെയ്യും, ലൈക്ക് അതിനെയൊക്കെ കില്ല് ചെയ്ത് കളയും. പക്ഷേ നമുക്ക് അതിൻ്റെ സ്പോറുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ സ്പോറുകൾ എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് വരെ തരണം ചെയ്ത് പോകുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അതൊക്കെ ചില സമയങ്ങളിൽ സ്ട്രോങ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ സ്ട്രോങ് മെത്തേഡുകൾ യൂസ് ചെയ്യാതെ നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ ഡിസിൻഫെക്ഷനിൽ നമുക്ക് അത്ര ആവശ്യമില്ല. മേജർ ആയിട്ടുള്ള അവിടെ ഈ ജീവനുള്ള പാത്തോജനിക് ഓർഗാനിസങ്ങളുണ്ടല്ലോ അതിനെ മാത്രം നശിപ്പിച്ച് കളയുക, അത് മാത്രമാണ് ഡിസിൻഫെക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ സ്പോറുകളോ വെജിറ്റേറ്റീവ് പാർട്സോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഇതിനും നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യാനും ഫിസിക്കലായിട്ടും കെമിക്കൽ മെത്തേഡ്സും പലതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഡിസിൻഫെക്ഷനും സ്റ്റെറിലൈസേഷനും പ്രത്യേകത, സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൈക്രോ ഓർഗാനിസംസ് ഒട്ടുമേ കാണത്തില്ല. പ്ലസ് അത് ഫ്യൂച്ചർ കോളനീസ് ഉണ്ടാക്കത്തുമില്ല. കാരണം അതിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു പാർട്ടും അവിടെ അവശേഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഡിസിൻഫെക്ഷൻ്റെ കേസിൽ ലൈവ് ഓർഗാനിസങ്ങൾ മാത്രം നശിപ്പിച്ച് കളഞ്ഞിട്ട് ചില സ്പോറുകളൊക്കെ അവിടെ കിടപ്പുണ്ടാകും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല നമ്മൾ ഡിസിൻഫെക്ഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മീൻസും ഉണ്ട് അല്ലേ. സ്റ്റെറിലൈസേഷൻ ചെയ്യാനാണെങ്കിലും ഡിസിൻഫെക്ഷൻ ചെയ്യാനാണെങ്കിലും നമ്മൾ പല മെത്തേഡ്സ് ഉണ്ട്. ഫിസിക്കൽ മീൻസ് ഉണ്ട്, കെമിക്കൽ മീൻസ് ഉണ്ട്. ഇത് മാത്രമല്ല വേറെയും പല ടൈപ്പും ഉണ്ട്. സോ നമുക്ക് അതിന് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, സൂര്യപ്രകാശം അടിക്കുക. അതായത് ഈ മൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് സൺലൈറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഇൻ ഇറ്റ്. അപ്പോൾ നമുക്ക് ഈ സൂര്യപ്രകാശത്തിന് ഒരു പരിധിവരെ കുറേ കീടാണുക്കളെ നശിപ്പിച്ച് കളയാനുള്ള ഒരു ഒരു കഴിവുണ്ട്. സോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ചെറിയൊരു രീതിയിലുള്ള ഒരു ക്ലീനിങ്, ഒരു ഡിസിൻഫെക്ഷനെ ആവശ്യമുള്ളൂ. ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ അതേ ആവശ്യമുള്ളെങ്കിൽ നമ്മൾ സൺലൈറ്റിന് ഇതിനെ എക്സ്പോസ് ചെയ്യും. അപ്പോൾ സൺലൈറ്റിന് എക്സ്പോസ് ആകുമ്പം ഈ മൈക്രോബ്സ് ഒക്കെ ചത്തുപോകാറുണ്ട്, അത് നശിച്ചു പോകാറുണ്ട്. സോ അങ്ങനെ സൺലൈറ്റ് നമ്മൾ ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റാണ് ആക്ച്വലി നമ്മൾ സ്റ്റെറിലൈസേഷൻ ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യുന്ന മെത്തേഡ്.
എസ്പെഷ്യലി അത് എല്ലാ വസ്തുക്കൾക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ വസ്തുക്കളും ഒരുപോലെ ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തില്ല. ഇപ്പൊ മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കുറെ ഒരു പരിധി വരെ ഹീറ്റ് ഒക്കെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില നമ്മൾ ഇപ്പൊ ലാബുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് ഹീറ്റിന് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വസ്തുക്കൾക്കും നമ്മൾ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ വെച്ച് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ ടെമ്പറേച്ചേഴ്സ് ബൈ പ്രൊലോങ്ങിങ് ദ ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ, അതായത് ഹീറ്റിന്റെ ആ ഒരു അളവ് കുറച്ചിട്ട് കൂടുതൽ ടൈം നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്യും ആ ഒരു ഹീറ്റിനായിട്ട്. അങ്ങനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കുറച്ച് ടൈമിലത്തേക്ക് ആ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ വസ്തുക്കളെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാറുണ്ട്. പിന്നെ ഈ ഹീറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. സോ നമ്മൾ ഏതാണോ കൂടുതലും എന്താണ് മോയിസ്റ്റ് ഹീറ്റാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്, എഫക്റ്റീവും പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ പറ്റുന്നത്. കാരണം ഈ മോയിസ്റ്റ് ഹീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ടിഷ്യൂവിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടിഷ്യൂ വരെ പെൻട്രേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്, പക്ഷെ ഡ്രൈ ഹീറ്റിന് അതില്ല. അപ്പൊ മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മൈക്രോബിയൽ ഓർഗാനിസം നമ്മളിപ്പോ കീടാണുക്കളെ നശിപ്പിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോയിസ്റ്റ് ഹീറ്റിന് പെട്ടെന്ന് ഇതിന്റെ മൈക്രോബിയൽ ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ചെന്ന് അതിനെ നശിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഡ്രൈ ഹീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ മോയിസ്റ്റ് ഹീറ്റാണ് നമ്മൾ സാധാരണയായിട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയിസ്റ്റ്, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മോയിസ്റ്റ് ഹീറ്റാണോ ഡ്രൈ ഹീറ്റാണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? അത് മോയിസ്റ്റ് ഹീറ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്. കാരണം ബെറ്റർ ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ളത് മോയിസ്റ്റ് ഹീറ്റ് തന്നെയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ എത്തിക്കേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. മോയിസ്റ്റ് ഹീറ്റിന് അത്രയും ടെമ്പറേച്ചർ വരെ പോകണ്ട, നമുക്ക് കുറച്ചുകൂടി ലോവർ ടെമ്പറേച്ചറിൽ എത്തിച്ചാൽ തന്നെ മോയിസ്റ്റ് ഹീറ്റിന് നല്ലൊരു റിസൾട്ട് തരാൻ പറ്റും. സോ ഇവിടെ നമ്മൾ പഠിച്ചത് ഹീറ്റ് ട്രീറ്റ്മെന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസിനെയൊക്കെ ഹീറ്റിനെ, അതായത് ചൂടെടുപ്പിച്ചിട്ട് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യും, ഡ്രൈ ഹീറ്റും യൂസ് ചെയ്യും. സുപ്പീരിയർ ആയിട്ടുള്ളത് മോയിസ്റ്റ് ഹീറ്റ് തന്നെയാണ്. ഇനി അടുത്ത് വരുന്നത് ഡ്രൈ ഹീറ്റ്. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നമുക്ക് നോക്കാം. ഡ്രൈ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട്സ് ബൈ ഓക്സിഡേറ്റീവ് ഇഫക്ട്സ് ആസ് വെൽ ആസ് ഡീനാച്ചുറേഷൻ, കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്, ടോക്സിക് ഇഫക്ട്സ് ഓഫ് എലിവേറ്റഡ് ലെവൽസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ ഡ്രൈ ഹീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഓക്സിഡേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. ഓക്സിഡേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിനെ ഓക്സിഡൈസ് ചെയ്യണം, മറ്റുള്ള വസ്തുക്കളെ ഓക്സിഡൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മൈക്രോബിയൻ ഒരു മൈക്രോബ് ഉണ്ട്, അതിന്റെ സ്ട്രക്ചറിന് വ്യത്യാസം വരില്ല. അത് ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു സ്ട്രക്ചറിനൊക്കെ കെമിക്കൽ കോമ്പോസിഷനൊക്കെ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നതാണ് ഈ ഡ്രൈ ഹീറ്റിന്റെ ഡീനാച്ചുറേഷൻ പറ്റും. ഡീനാച്ചുറേഷൻ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനിന്റെ ഒക്കെ സ്ട്രക്ചർ ഉണ്ട്, ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ഇതാണല്ലോ, ഒരു അറേഞ്ച്മെന്റിലാണല്ലോ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പ്രോട്ടീൻസ് DNA എല്ലാം എന്തോ ആകട്ടെ. അപ്പോൾ ഒരു മൈക്രോബിയൽ ഓർഗാനിസത്തിന് അതിനൊരു സെല്ല്, പ്രോട്ടീൻ, DNA ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഡീനാച്ചുറേഷൻ സംഭവിക്കുക. ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ നശിച്ചത് പൊട്ടിപ്പോകുന്ന പോലത്തെ ഒരു സ്റ്റേറ്റിലോട്ട് വരും. അപ്പൊ ഡ്രൈ ഹീറ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്, അതായത് കുറെ പ്രോട്ടീൻസ് ഒന്നിങ്ങനെ ഒരു മാസ് പോലെ ആയിട്ട് ഇങ്ങനെ ക്ലംബായി കിടക്കുന്നത് പോലത്തെ ഒരു സ്റ്റേറ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ കോയാഗുലേഷൻ സംഭവിക്കാം. പിന്നെ അല്ലാതെ ടോക്സിക് ഇഫക്റ്റ് ഓഫ് എലിവേറ്റഡ് ഇലക്ട്രോലൈറ്റ്സ്, ഈ ഡ്രൈ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സെല്ലുകൾക്കകത്തുള്ള ഇലക്ട്രോലൈറ്റിന്റെ ലെവലിലൊരു ഇംബാലൻസ് സംഭവിക്കും. അപ്പൊ ജനറലി പറഞ്ഞാൽ ഈ ഡ്രൈ ഹീറ്റിന്റെ പ്രസൻസിൽ ഈ ഒരു മൈക്രോബിയൽ ഓർഗാനിസത്തിന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം വരുത്തി കഴിയുമ്പോൾ പിന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അതിന് സർവൈവ് ചെയ്യാനും പറ്റില്ല, റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആകും അല്ലേ. അങ്ങനെ ഡ്രൈ ഹീറ്റ് വഴി ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് പറയുന്നത് റെഡ് ഹീറ്റ് ആണ്. റെഡ് ഹീറ്റ് സാധാരണയായിട്ട് നമ്മൾ ഈ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സ്, ഇവിടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ബാക്ടീരിയോളജിക്കൽ ലൂപ്പ്, സ്ട്രെയിറ്റ് വയർ, ഫോർസെപ്പിന്റെ ടിപ്പുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളെപ്പോഴും ഈ സാധനങ്ങളായിട്ട് ഈ സ്പെസിമെൻ ആയിട്ടോ അല്ലെങ്കിൽ കെമിക്കൽസ് ആയിട്ട് കോണ്ടാക്ട് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ എപ്പോഴും ബൻസൺ ഫ്ലെയിമിൽ കൊണ്ട് ചൂടടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിന് റെഡ് ഹോട്ട് ആകുന്നത് വരെ നമ്മൾ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് റെഡ് ഹീറ്റ് എന്നൊരു പേര് വന്നത്. പക്ഷെ അതുപോലെ തന്നെ റെഡ് ഹോട്ട് ആകാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റിയെടുക്കുന്ന പ്രോസസ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഫ്ലെയിമിംഗ് എന്നും പറയും. ഇത് ജസ്റ്റ് ബെൻസൺ ഫ്ലെയിമിന്റെ മേളിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഈ റെഡ് ഹോട്ട് കളർ ആവുന്ന വരെ ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല.
അത് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്കാൽപ്പൽ, ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത് പോർഷൻ, ഫ്ലാസ്കിന്റെ മൗത്ത് പോർഷൻ, ഗ്ലാസ് സ്ലൈഡുകൾ, കവർ സ്ലിപ്പുകൾ, ഇതൊക്കെ ആയിരിക്കും ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് നമ്മൾ ബഞ്ച് ഫ്ലെയിമിൽ കാണിച്ചിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോഴത്തേക്ക് തന്നെ സ്റ്റെറിലൈസ് ആയിക്കോളും. പക്ഷേ ഈ മെറ്റാലിക് ആയിട്ടുള്ള വസ്തുക്കളാണ് കൂടുതലും നമ്മൾ ഈ റെഡ് ഹോട്ട് വരെ ആക്കി ഹീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ചൂടടുപ്പിക്കുന്നത് ഒരു ജസ്റ്റ് ഒന്ന് സ്റ്റെറിലൈസ് ആകുന്ന കുറച്ച് ടൈം വെച്ചിട്ട്, ചിലതിൽ റെഡ് ഹോട്ട് ആകുന്നത് വരെ വെച്ചേക്കും. സോ അങ്ങനെ ഈ ടേംസ് നിങ്ങൾ ഓർത്ത് വെച്ച് കേട്ടോ. ഫിസിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അത്രയും മാത്രം നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. ഇനി ഫിസിക്കൽ മെത്തേഡിലുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇൻസിനറേഷനും ഹോട്ട് എയർ അവനാണ്. ഇൻസിനറേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ സാധാരണ വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുമ്പോൾ എടുത്തിട്ട് കത്തിച്ച് കളയുന്നു അല്ലേ. അതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ടെക്നിക്കലായി അല്ലെങ്കിൽ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാക്കി മാറ്റിയതാണ് ഈ ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ വേറെ ഒന്നുമല്ല, വലിയൊരു കണ്ടെയ്നർ ആയിരിക്കും. ഒരു ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു വലിയ കണ്ടെയ്നറിനകത്ത് നമുക്ക് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള, നമുക്ക് കത്തിച്ച് കളയേണ്ടതായിട്ടുള്ള വസ്തുക്കളെല്ലാം നമ്മൾ അതിനകത്തേക്ക് കൊണ്ടിട്ടിട്ട് നമ്മൾ അതിനെ കത്തിച്ച് കളയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയുള്ള ഓപ്പൺ സ്പേസിൽ കത്തിക്കുന്നതിന് പകരം ഒരു ഇൻസിനറേറ്ററിനകത്ത് ചെയ്യുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് കമ്പഷൻ നടക്കാൻ, ഫുള്ളി കമ്പസ്റ്റ് ആയി ഫുള്ള് കത്തിപ്പോകാനായിട്ട് നമ്മൾ കുറച്ച് അതിനകത്ത് അങ്ങനത്തെ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ഇൻസിനറേറ്ററിനകത്ത് കൊണ്ടിട്ട് ബേൺ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് സോയിൽഡ് ഡ്രസ്സിങ്സ്, അനിമൽ കാർക്കാസസ്, പത്തോളജിക്കൽ മെറ്റീരിയൽ ബെഡിങ്. അതായത് നമ്മളിപ്പം ഈ മണ്ണ് എന്തെങ്കിലും വഴുക്കൊക്കെ കലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വസ്തുക്കൾ, തുണികൾ, അങ്ങനത്തെയൊക്കെ വസ്തുക്കളൊക്കെ നമ്മൾ കത്തിച്ചളയും. പിന്നെ കഴുകി യൂസ് ചെയ്യാനൊന്നും നിൽക്കില്ല. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഇൻസിനറേറ്ററിനകത്തേക്ക് കൊണ്ടിടുകയാണ് പൊതുവിൽ ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു ഫോർസെപ്പിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും അതിനെ ഉപയോഗിക്കാം. പക്ഷെ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാനും നല്ലത് വേറൊരു ഓപ്ഷൻ ഇല്ല, പിന്നീട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതാണ് ഇൻസിനറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് പറയുന്ന ഫിസിക്കൽ മെത്തേഡാണ് ഹോട്ട് എയർ അവൻ. ഹോട്ട് എയർ അവൻ എന്ന് പറയുന്നത് ലൂയി പാസ്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈ ടെമ്പറേച്ചർ, ഈ ഹോട്ട് എയർ അവൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു അവൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ ഫീൽഡിനകത്ത് നമ്മൾ ഒരു വസ്തുവിനെ വെച്ച് കുക്ക് ചെയ്യുന്നതല്ലേ, നമ്മുടെ വീട്ടിലെ ഡൊമസ്റ്റിക് അവനൊക്കെ എങ്ങനെയാണ് അല്ലേ, ഫുഡ് കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ ആ ഒരു കണ്ടീഷൻ തന്നെ ഹോട്ട് എയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ട് എയർ അതിലേക്ക് കടത്തി വിടുന്നതാവും അല്ലേ. അപ്പൊ അത്രയും നമുക്ക് ആ ഒരു വേർഡ് വെച്ച് ഓർത്തെടുക്കാനായിട്ട് പറ്റണം. അപ്പൊ നമ്മൾ സ്റ്റെറിലൈസിന്റെ ആർട്ടിക്കിൾസിനെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോസ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ 160 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. അതും ഒരു 1 അവർ, ഒരു മണിക്കൂർ സമയം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്ത അവനകത്ത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അതിനകത്തേക്ക് വെച്ചേക്കും. ഇനി എയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് എളുപ്പം ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈവൻ ആയിട്ട് ചേമ്പറിനകത്ത് നമ്മളിപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ അടച്ചങ്ങ് വെക്കും അല്ലേ. അപ്പൊ അതിനകത്ത് ഒരുപോലെ എല്ലാ സ്ഥലത്തും കുറെ ആർട്ടിക്കിൾസ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു ചെറിയ അവൻ പോലല്ല, വലിയൊരു ചേമ്പർ ആയിരിക്കും. ആ ചേമ്പറിനകത്ത് നമ്മൾ പല വസ്തുക്കൾ വെച്ചിട്ട് അടച്ചു വെക്കുമ്പോൾ എയർ പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അപ്പോൾ അതിന്റെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാൻ ഒക്കെ വെച്ച് കൊടുക്കും അതിന്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഈ ഹീറ്റ് ഫാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറ്റ് എന്ത് ചെയ്യും, എല്ലായിടത്തും പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ആൻഡ് ഓൾസോ ട്രാൻസ്ഫർ അത് റേഡിയേഷൻ, നമ്മളെ ഹീറ്റ് കണ്ടക്ഷൻ മെത്തേഡ്സ് ഉണ്ടല്ലോ, റേഡിയേഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, ഇതിൽ ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സ് വഴി പ്രോപ്പറായിട്ട് എല്ലാ സൈഡിലും എന്ത് ചെയ്യും, ഹീറ്റ് എത്തിയിട്ടുണ്ടാകും. And the oven should be fitted with a thermostat control, temperature indicator, meshed shelves and must have adequate insulation. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോട്ട് എയർ അവനിൽ നമ്മൾ അതിന്റെ ചൂട് എത്രത്തോളം പോകുന്നു എന്ന് കാണിക്കാൻ ഒരു ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ, അതായത് ഏത് ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ വേണം. പിന്നെ തെർമോസ്റ്റാറ്റ് കൺട്രോൾ, അതായത് ഈ തെർമലായിട്ടുള്ള ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടാകണം. പിന്നെ മെഷ്ഡ് ഷെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ആർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കുറെ ലെയേഴ്സ് പോലെ, ഇങ്ങനെ കുറെ ഷെൽഫ് പോലെ ഉണ്ടാകും. മെഷ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് എല്ലാ സൈഡിൽ കൂടെയും കയറി വരാനായിട്ടാണ് നമ്മൾ ഈ മെഷ് വെക്കുന്നത്. അല്ലാതെ ഇങ്ങനെ അടഞ്ഞ പോലത്തെ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഷെൽഫ് അല്ല, മെഷ് ആയിട്ടുള്ള ഷെൽഫ് ആയിരിക്കും. ആൻഡ് മസ്റ്റ് ഹാവ് അഡിക്വേറ്റ് ഇൻസുലേഷൻ, അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ. പുറത്ത് ഇപ്പൊ ഇത്രയും ചൂടകത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് അത്രയും ചൂട് വരാൻ പാടില്ലല്ലോ. അപ്പൊ ആ ഇൻസുലേഷനും പ്രോപ്പർ ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും ഒരു ഹോട്ട് എയർ അവൻ എന്ന് പറയുന്നത്. ആൻഡ് മെറ്റാലിക് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഫോർസെപ്സ്, സ്കാൽപ്പൽ, സിസർ, പിന്നെ ഗ്ലാസ് വെയർ, സ്വാബ്, ഓയിൽസ്, ഗ്രീസ്, പെട്രോളിയം ജെല്ലി ആൻഡ് സം ഫാർമക്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഒത്തിരി വസ്തുക്കൾ ഈ ഹോട്ട് എയർ അവൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാറുണ്ട്. ആൻഡ് ഒരു സമയത്ത് നമുക്ക് ഒത്തിരി സാധനം വസ്തുക്കൾ വയ്ക്കാൻ പറ്റും കേട്ടോ.
ഇനി ഇതാണ് ഫിസിക്കൽ മെത്തേഡ്സ് നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഫിസിക്കൽ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഹോട്ട് എയർ അവൻ നമുക്കിപ്പോൾ ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഐഡിയ അറിയില്ല. അതിന് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് കുറച്ചുകൂടെ ഒരു 1-2 അഡീഷണൽ പോയിന്റ്സ് കൂടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ മെയിനായിട്ട് കണ്ടതിൽ എല്ലാത്തിനും നമ്മളൊരു ഹീറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഫിസിക്കലിൽ നമ്മൾ മെയിനായിട്ട് കണ്ടത്. ഇപ്പം ഫ്ലെയിമിംഗ് ആയാലും റെഡ് ഹീറ്റ് ആയാലും ഇൻസിനറേഷൻ ആയാലും ഇപ്പം ഹോട്ട് എയർ അവൻ ആയാലും എല്ലാത്തിലും ഒരു ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളൊരു പ്രോസസ്സാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു 1-2 കാറ്റഗറീസ് കാണുന്നുണ്ട്. അതായത് ചില പ്രോസസ്സസ് ഇപ്പൊ ടെമ്പറേച്ചർ വെച്ചിട്ട് 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള പ്രോസസ്സ്, 100 ഡിഗ്രി സെൽഷ്യസിൽ എക്സാക്ട്ലി ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സ്, 100 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ആയിട്ട് വരുന്ന പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3 കാറ്റഗറി കൂടെ നമ്മൾ പഠിച്ചാലാണ് ഈ ഒരു ഫിസിക്കൽ മെത്തേഡ്സിൽ നമുക്ക് എക്സാക്ട്ലി എല്ലാം കവർ ആയി എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫിസിക്കൽ മെത്തേഡ്, അതായത് ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ. ഇത് ചെയ്യാൻ ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും ഉണ്ട്. അതിൽ ഫിസിക്കൽ മെത്തേഡാണ് നോക്കിയത്. അതിൻ്റെ അകത്തുള്ള ഒരു ഹോട്ട് എയർ അവൻ മെത്തേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. പിന്നെ അത് പോയിട്ട് അഡീഷണൽ ആയിട്ട് ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു പുതിയ കുറച്ച് ടേംസ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യണം. അതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാൻ. അപ്പോൾ ഹോട്ട് എയർ അവനിലെ പ്രോസസ്സ്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ഇതിലേക്ക് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് വെക്കുമല്ലോ, അത് നല്ല പെർഫെക്റ്റ്ലി ഡ്രൈ ആയിരിക്കണം. നമ്മൾ ആ ഹോട്ട് എയർ അവനിലേക്ക് വയ്ക്കുന്നതിന് മുന്നേ ഷുഡ് ബി പെർഫെക്റ്റ്ലി ഡ്രൈ. എന്നിട്ട് ഇറ്റ് മസ്റ്റ് ബി പ്ലേസ് അറ്റ് സഫീഷ്യന്റ് ഡിസ്റ്റൻസ്. ഒന്നും ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെക്കരുത്. എല്ലാത്തിൻ്റെ ഇടയിൽ ഒരു ആവശ്യത്തിനുള്ള ഒരു സ്പേസ് വിട്ടാണ് ഓരോ ആർട്ടിക്കിളിനെ നമ്മൾ വെക്കാൻ. സോ ദാറ്റ് ആ ഹോട്ട് എയർ പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നന്നായിട്ട് നടക്കാനായിട്ട്. പിന്നെ ഇനി നമ്മൾ ഇതിനകത്ത് ചിലപ്പോൾ ഈ ഫ്ലാസ്ക്, ടെസ്റ്റ് ട്യൂബ് ഒക്കെ വെക്കുമല്ലോ, പിപ്പറ്റുകൾ വെക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മൗത്ത് പോർഷൻസ് ഉണ്ടല്ലോ, ആ മൗത്ത് പോർഷൻസിനെ നമ്മൾ കോട്ടൺ നൂല് കൊണ്ട് പ്ലഗ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾസ് സച്ച് ആസ് പെട്രി ഡിഷ്, പിപ്പറ്റ് മേ ബി അറേഞ്ച്ഡ് ഇൻസൈഡ് മെറ്റൽ കാനിസ്റ്റേഴ്സ് ആൻഡ് ദെൻ പ്ലേസ്ഡ്. പിന്നെ ഉള്ളത് ഈ പെട്രി ഡിഷ്, പിപ്പറ്റ്, ഇതൊക്കെ ചിലപ്പോൾ ഹൈ ഹീറ്റിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഡയറക്റ്റ്ലി അതിനെ ഹോട്ട് എയർ അവനിലേക്ക് വെക്കാതെ മെറ്റൽ കാനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോക്സ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം, അതിനകത്ത് നമ്മൾ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഹോട്ട് എയർ അവനിലേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ഹീറ്റ് അടിക്കില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഹീറ്റ് വെച്ചിട്ട് മെറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഹീറ്റ് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ അകത്ത് വെച്ചിട്ട് നമ്മൾ മെറ്റൽ കാനിസ്റ്ററിന് അകത്ത് വെച്ചിരിക്കുന്ന ഈ പിപ്പറ്റോ പെട്രി ഡിഷോ ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത് ഇൻഡിവിജ്വൽ ഗ്ലാസ് ആർട്ടിക്കിൾസ് മസ്റ്റ് ബി റാപ്ഡ് ഇൻ ക്രാഫ്റ്റ് പേപ്പർ ഓർ അലുമിനിയം ഫോയിൽ. പിന്നെ ഇപ്പോൾ ഓരോ ഗ്ലാസ്സിലെ ഓരോ വസ്തുക്കളുണ്ടല്ലോ, അതിന് ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം, അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പറോ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, റാപ്പ് ചെയ്തിട്ട് വേണം ഇതിനെ എന്ത് ചെയ്യാൻ, ഹോട്ട് എയർ അവനിനകത്തേക്ക് വയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഹൈ ആക്കി വെച്ചിരിക്കും. 1 hour നമ്മൾ എന്നിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ടെമ്പറേച്ചർ ഓർത്ത് വെച്ചിരിക്കുക 160 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ അതിവിടെയും പറഞ്ഞില്ലേ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഡ്യൂറേഷൻ ഓഫ് 1 hour. അപ്പോൾ അത് ആ ടെമ്പറേച്ചറും ടൈം ഡ്യൂറേഷനും ഓർത്ത് വെച്ചിരിക്കുക. 160 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ 1 hourനത്തേക്ക് ആ ഒരു ഹോട്ട് എയർ അവനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഹോട്ട് എയർ അവൻ മസ്റ്റ് നോട്ട് ബി ഓപ്പൺ അണ്ടർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ഹസ് ഫാളൻ ബിലോ 60 ഡിഗ്രി സെൽഷ്യസ് ടു പ്രിവെന്റ് ദ ബ്രേക്കേജ് ഓഫ് ഗ്ലാസ് വെയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. നമ്മൾ ഹോട്ട് എയർ അവനകത്ത് നമ്മൾ ഗ്ലാസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും വെച്ചിട്ടുണ്ടാവും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇപ്പം 160 ഡിഗ്രി സെൽഷ്യസിൽ 1 hour വെച്ചു. 1 hour കഴിഞ്ഞ ഉടനെ നമ്മൾ തിരിച്ചെടുക്കത്തില്ല. അതൊന്ന് കൂൾ ഡൗൺ ആയി ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ വന്നിട്ടല്ലാതെ നമ്മൾ ഇത് തുറന്നിട്ട് ഗ്ലാസ് വെയറിന് എടുക്കില്ല. കാരണം പെട്ടെന്നുള്ളൊരു ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ആ ഒരു പ്രഷറിന്റെ വേരിയേഷൻ കാരണം ഇത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ആ ഒരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഗ്ലാസ് വെയറിനെയൊക്കെ പുറത്തേക്ക് എടുക്കുന്നത്. പിന്നെ ഓൾസോ ഈ ഹോട്ട് എയർ അവനകത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മളൊരു ബയോളജിക്കൽ മെത്തേഡ്, ഒരു കൺട്രോൾ ഓഫ് സ്റ്റെറിലൈസേഷൻ വേണ്ടിയിട്ട് നമ്മൾ ബയോളജിക്കൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. കൺട്രോൾ ഓഫ് സ്റ്റെറിലൈസേഷൻ ബയോളജിക്കൽ മെത്തേഡ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്തു, ഓക്കെ ഇത് പ്രോസസ്സാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, വെച്ചു, നമ്മൾ 1 hour കഴിഞ്ഞ് 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ഡൗൺ ചെയ്തിട്ട് എടുത്തു, ശരി എല്ലാം കംപ്ലീറ്റ് ആയി. പക്ഷെ അത് പ്രോപ്പറായിട്ട് നടന്നു എന്നുള്ളത് നമ്മൾ ഓരോ തവണയും ചെക്ക് ചെയ്യണം അല്ലെ. സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായെന്ന് അറിയണ്ടേ, എങ്കിലല്ലേ നമുക്ക് അടുത്ത ആ വസ്തുവിനെ വീണ്ടും എന്തിനെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഒരു ബയോളജിക്കൽ മെത്തേഡ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു 106 സ്പോർസ് ഓഫ് ബാസിലസ് സബ്റ്റിലിസ് ഒരു ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ഓൺ പേപ്പർ സ്ട്രിപ്പ്. പേപ്പർ സ്ട്രിപ്പിൽ കുറച്ച് ബാക്ടീരിയയുടെ 106 സ്പോറുകൾ നമ്മൾ എടുക്കും. എന്നിട്ട് അതിനെ എൻവലോപ്പിലാക്കി ഹോട്ട് എയർ അവനകത്ത് വെക്കും. ഇനി ഈ ഇത്രയും ടെമ്പറേച്ചറിൽ ഈ സ്പോറുകൾ നശിച്ചു പോകണം. സ്പോർ എടുക്കാനുള്ള റീസൺ ഏറ്റവും കൂടുതൽ
അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് സ്പോറുകൾക്കാണ്. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോൾ സ്പോറുകൾ ആക്ച്വലി നശിച്ചു വരും. ഡിസിൻഫെക്ട് ചെയ്യുമ്പോൾ സ്പോറുകൾ പോകൂല, പക്ഷെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ സ്പോറുകൾ നശിച്ചു പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ സ്ട്രിപ്പിൽ ഇത്ര 106 സ്പോർസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് വെച്ച് ഒരു എൻവലപ്പിലാക്കി നമ്മൾ ഹോട്ട് എയർ അവനകത്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഈ ഹോട്ട് എയർ അവനിൽ ഈ 1 hour വെച്ച് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമല്ലോ ബാക്കി ആർട്ടിക്കിൾസിനെ. അപ്പൊ അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പേപ്പർ സ്ട്രിപ്പിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ പിന്നീട് ഗ്രോത്ത് ഉണ്ടാവുന്നു നോക്കാം. അതായത് ഇതിൽ സ്പോറുകൾ ഉണ്ടായിരുന്നു. ഇത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞെങ്കിൽ സ്പോറെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രിപ്പിനെ എടുത്തിട്ട് ഇതിനെ ഇനോക്കുലേറ്റ് ചെയ്യും ഇൻടു തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്ത് ഒരു കുക്ക്ഡ് മീറ്റ് മീഡിയം. അതായത് വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ഈ പേപ്പർ സ്ട്രിപ്പിനെ വെച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്യും 37°C ഏകദേശം ഒരു 3 മുതൽ 5 ദിവസം വരെ. പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്പോറുകളെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവണം, ഗ്രോത്ത് ഒന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ നമ്മൾ ചെയ്തത് ശരിയായോ തെറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു കൺട്രോൾ മെത്തേഡായിട്ട് നമ്മൾ ഈ ഒരു രീതി യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഹോട്ട് എയർ അവന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ് ദറ്റ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഹീറ്റ് സ്റ്റേബിൾ ആർട്ടിക്കിൾസ്. ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഹീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞത് അതിന്റെ കോമ്പോസിഷൻ ഒന്നും മാറ്റാൻ വരുന്നില്ല, അതിനാണ് ഹീറ്റ് സ്റ്റേബിൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഹോട്ട് എയർ അവൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ആർട്ടിക്കിൾസ് റിമെയിൻ ഡ്രൈ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ. പിന്നെ ഒരു നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഡ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഓയിൽസിനെയും പൗഡേഴ്സിനെയും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ മെത്തേഡാണ് ഈ ഒരു ഹോട്ട് എയർ അവൻ എന്ന് പറയുന്നത്. സോ ഇതൊരു വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഇനി ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലേ. അപ്പൊ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോഴത്തേക്ക് പുവർ പെനിട്രേഷൻ ആണ്. അതായത് ഹോട്ട് എയറിന് നമ്മൾ ഇതിനകത്ത് ഹോട്ട് എയർ ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോട്ട് എയർ നമ്മൾ അത്ര എല്ലായിടും പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് കുറച്ച് കുറവാണ്. അപ്പോൾ കോട്ടൺ വൂൾ, പേപ്പർ ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് ട്യൂബിന്റെ അറ്റത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കേട് വരാതിരിക്കാൻ നമ്മൾ ഗ്ലാസ് വൂളൊക്കെ വെച്ചിട്ടായിരിക്കും, ഗ്ലാസ് വൂള് കോട്ടൺ വൂൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്തേക്ക് വെക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ഒരു ചെറുതായിട്ടൊന്ന് കരിഞ്ഞതുപോലെയോ ചെറുതായിട്ടൊന്ന് ചാർഡ് ആയതുപോലെയോ സ്മോക്കി ഗ്ലാസ്സിലെ സബ്സ്റ്റൻസ്, ഗ്ലാസ്സിലെ ആർട്ടിക്കിൾസ് ഒക്കെ ചെറുതായിട്ട് പുകഞ്ഞതുപോലത്തെ ഒരു ടെക്സ്ചർ, ഒരു കളറൊക്കെ വരാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെറിയ ഡ്രോബാക്സ് ഇതിനുണ്ട്. പക്ഷെ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ നടക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ കൾച്ചർ മീഡിയ കനോട്ട് ബി സ്റ്റെറിലൈസ്ഡ് ബൈ ദിസ് മെത്തേഡ്. നമ്മൾ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയ നമുക്ക് ഒരിക്കലും ഈ മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. മോയിസ്റ്റ് ഹീറ്റ് ആക്ട്സ് ബൈ കോയാഗുലേഷൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. ഇത് നമ്മൾ നേരത്തെ ഫിസിക്കൽ മെത്തേഡിൽ ഹീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡ്രൈ ഹീറ്റ് മോയിസ്റ്റ് ഹീറ്റും പറഞ്ഞല്ലേ. മോയിസ്റ്റ് ഹീറ്റ് കൂടുതൽ മൈക്രോബ്സിനെ പെനട്രേറ്റ് ചെയ്ത് പോയി അതിന്റെ സ്ട്രക്ചറിനെയൊക്കെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ അതിന്റെ ഉള്ളതിനെയൊക്കെ കൊയാഗുലേറ്റ് ചെയ്ത് അതിനെ മിക്സപ്പ് ചെയ്തൊരു മാസ് ഒരു ക്ലംപിയാക്കി മാറ്റി അതിന്റെ സ്ട്രക്ചറിനെ നശിപ്പിച്ച് മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ച് കളയുന്നുണ്ട് അല്ലെ. അപ്പോൾ കൾച്ചർ മീഡിയ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ മെത്തേഡ്സ് ഉണ്ട്. കൾച്ചർ മീഡിയ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വേറെ മെത്തേഡ് യൂസ് ചെയ്യും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ MCQ ചോദിക്കുന്നത് കൾച്ചർ മീഡിയയെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതാണെന്ന്. കാരണം കൾച്ചർ മീഡിയയിൽ നമുക്ക് മൈക്രോബിനെ നശിപ്പിക്കുന്നതിന്റെ കൂടെ മീഡിയയിൽ വേറെ വസ്തുക്കൾ ഉണ്ടാവില്ല, അതും നശിച്ചു പോകും ചിലപ്പോൾ ഈ ഇത്രയും ഹൈ ഹീറ്റിന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിന് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇനിയാണ് ഞാൻ അടുത്ത് പറഞ്ഞ കുറച്ച് മെത്തേഡ്സ്, ഫിസിക്കൽ മെത്തേഡ്സ്, ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ഒരു സെഗ്രിഗേഷൻ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 100°C പിന്നെ ലെസ് ദാൻ 100°C, ഗ്രേറ്റർ ദാൻ 100°C കുറച്ച് മെത്തേഡ് ഉണ്ട്. ലെസ് ദാൻ 100°C 2 മെത്തേഡാണ്. ഒന്ന് പാസ്ചറൈസേഷൻ പിന്നെ ബാത്ത്, വാക്സിൻ ബാത്ത് അല്ലെങ്കിൽ സീറം ബാത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്ത് 100°C നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇൻസ്പിസേഷൻ, ബോയിലിംഗ്, സ്റ്റീം അറ്റ് 100°C, പിന്നെ ടിൻഡലൈസേഷൻ. ഇനി 100°ക്ക് മേളിൽ ഭയങ്കര എക്സ്ട്രീം ഹീറ്റിലുള്ള ഒരു പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ ഓട്ടോക്ലേവ്. ഓക്കെ, ഇത് ഓപ്പറേഷൻ ഓഫ് ഓട്ടോക്ലേവിൽ ഓട്ടോക്ലേവ് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഓട്ടോക്ലേവിന്റെ വർക്കിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഫിസിക്കൽ മെത്തേഡ്സിൽ ടെമ്പറേച്ചർ വെച്ചിട്ട് ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന്
നോക്കുമ്പോൾ ഫിസിക്കൽ മെത്തേഡുകൾ ഏകദേശം നമുക്ക് കവറായി കഴിയും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ബിലോ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളൊരു ബേസ് ടെമ്പറേച്ചർ ആയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് താഴെയും മേളിൽ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ളതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് രണ്ട് മെത്തേഡ് ഉണ്ട്, പാസ്ചറൈസേഷൻ പിന്നെ വാക്സിൻ ബാത്ത് അല്ലെങ്കിൽ സീറം ബാത്ത്. പാസ്ചറൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാധാരണയായിട്ട് നമ്മൾ മിൽക്കിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഹീറ്റ് ട്രീറ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ ആ ടെമ്പറേച്ചർ നമ്മൾ മിൽക്കിനെയൊക്കെ 100 ഡിഗ്രിക്ക് താഴെ ആയിരിക്കും അവിടെ നമ്മൾ ചൂടാക്കുന്നതെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കുറേ ടൈം അതിനെ വെച്ച് കഴിയുമ്പോൾ അതിലുള്ള മൈക്രോബ്സ് ഒക്കെ നശിച്ചു പോകും. ഈ പ്രോസസ്സും ആക്ച്വലി ഫസ്റ്റ് എംപ്ലോയ് ചെയ്തത് ലൂയി പാസ്ചർ ആണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഡയറി ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് വാക്സിൻ ബാത്ത് അല്ലെങ്കിൽ സീറം ബാത്ത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പറയുന്നത്, വാക്സിൻ ബാത്ത് അല്ലെങ്കിൽ സീറം ബാത്ത്. അപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ചാൽ കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ ഇൻ എ വാക്സിൻ പ്രിപ്പറേഷൻ ക്യാൻ ബി ഇനാക്ടിവേറ്റഡ് ബൈ ഹീറ്റിംഗ് ഇൻ എ വാട്ടർ ബാത്ത് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 അവർ. അപ്പോൾ വാക്സിൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാക്സിൻ എന്ന് പറയുന്നത് ഒരു മൈക്രോബിയൽ ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രിപ്പറേഷന്റെ സമയത്ത് ചിലപ്പോൾ ഇത് കണ്ടാമിനേറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്തൊരു ഇൻഡിവിജ്വലിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഇതിനെ കണ്ടാമിനേഷൻ ഫ്രീ ആക്കണം, ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രിപ്പയർ ചെയ്ത വാക്സിനെ വാട്ടർ ബാത്തിൽ വെച്ചിരിക്കും 60 ഡിഗ്രി സെൽഷ്യസ്. 60 എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് അല്ലേ. അപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ വെച്ച് നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ നശിച്ചു പോവുകയും ചെയ്യും, നമ്മുടെ വാക്സിൻ അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഇതുപോലെ തന്നെ സീറംസ് പ്രിപ്പയർ ചെയ്യുന്നതുണ്ട്. സീറം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാവും. എങ്കിൽ ആ സീറത്തിനെ നമ്മൾ എന്ത് ചെയ്യും, 56 ഡിഗ്രി സെൽഷ്യസ്, ഇത് 60യേക്കാളും കുറച്ചുകൂടെ താഴോട്ട് വരും, 56 ഡിഗ്രി സെൽഷ്യസ് 1 അവറിലെത്തിക്കുക ഓൺ സെവറൽ സക്സസീവ് ഡേയ്സ്. അതായത് ഒരു ദിവസം ഒരിക്കലല്ല നമ്മൾ ചെയ്യുന്നത്, അടുത്തടുത്ത ദിവസങ്ങൾ 1-2 തവണയായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. 1 അവർ 56 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യും. സീറം ബാത്ത് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ സീറത്തിനെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് ഈ സമയത്ത് നമ്മൾ വെജിറ്റേറ്റീവ് ബാക്ടീരിയ ഈ ഒരു പ്രോസസ്സിൽ ഈ ബാത്ത് വാക്സിൻ ബാത്തിൽ സീറം ബാത്തിൽ നമുക്ക് കിൽ ചെയ്യാൻ പറ്റുന്നത് വെജിറ്റേറ്റീവ് ബാക്ടീരിയ മാത്രമാണ്. വെജിറ്റേറ്റീവ് ബാക്ടീരിയ ഗെറ്റ്സ് കിൽഡ്. പക്ഷെ ആര് സർവൈവ് ചെയ്യും? സ്പോർസ് സർവൈവ് ചെയ്യും. സോ അതൊരു പ്രശ്നമാണ്. ഓക്കെ, പക്ഷെ നമുക്ക് മാക്സിമം സ്റ്റെറിലൈസേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ലെവൽ വരെയാണ് വാക്സിൻസിനും സീറംസിനും. സോ നമ്മൾ ആ ലെവൽ വരെ ചെയ്യാറുണ്ട്. സോ അത്ര ഓർക്ക് വാക്സിൻസും സീറംസും പിന്നെ പാസ്ചറൈസേഷൻ പ്രോസസ്സും 100 ഡിഗ്രി സെൽഷ്യസിന് താഴെ ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സാണ്. ഓക്കെ, ഇനി നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം. ഇൻസ്പിസേഷൻ പിന്നെ ബോയിലിംഗ്, സ്റ്റീം പിന്നെ ടിൻഡലൈസേഷൻ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഇൻസ്പിസേഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ ടെക്നിക് ടു സോളിഡിഫൈ ആസ് വെൽ ആസ് ഡിസിൻഫെക്ട് എഗ് ആൻഡ് സീറം കണ്ടെയ്നിങ് മീഡിയ. The medium containing serum or egg are placed in the slopes of an inspisator and heated at 80 to 85 degrees Celsius for 30 minutes on 3 consecutive days. ഇൻസ്പിസേഷൻ പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പല മീഡിയം യൂസ് ചെയ്യും അല്ലേ. പല ലാബിൽ പല കാര്യങ്ങൾ കൾച്ചർ ചെയ്യാനും പല ടെസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പല മീഡിയംസ് യൂസ് ചെയ്യും. അപ്പം അതിൽ ചിലതെന്ന് പറയുന്നത് ഈ എഗ്ഗും സീറം കണ്ടെയ്നിങ്, അതായത് ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിൽ നിന്നൊക്കെ എടുത്ത മീഡിയം ഉള്ള അതിലെ കണ്ടൻസ് ഒക്കെ ഉള്ള മീഡിയ ആയിരിക്കും, അല്ലെങ്കിൽ സീറം ഉള്ളതായിരിക്കും. സോ അങ്ങനത്തെ കേസസിൽ നമ്മൾ ഇതിനെ സോളിഡിഫൈ ചെയ്ത് വയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മീഡിയം ഉണ്ടല്ലോ, അതായത് ഈ എഗ് അല്ലെങ്കിൽ സീറം ഉള്ള മീഡിയത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻസ്പിസേറ്റർ എന്ന് പറയുന്ന ഈ ഡിവൈസിലേക്ക് വെച്ചിട്ട് 80 to 85 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്യും, ഏകദേശം ഒരു 30 മിനിറ്റിലേക്ക്. ആൻഡ് 3 കൺസിക്യൂട്ടീവ് ഡേയ്സിൽ ഇത് ചെയ്യുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഇവിടെ 80 to 85 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. നമ്മളിവിടെ ടോപ്പിക്കിൽ പറഞ്ഞു 100 ഡിഗ്രി സെൽഷ്യസ്. സോ ഇറ്റ് ഈസ് ഹയർ. നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് ഒരു 50, 56, 60 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ഏതിനാണ്? നമ്മുടെ പാസ്ചറൈസേഷനും 100-ന് താഴെ വളരെ ചെറിയ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ തൊട്ട് താഴെ പറഞ്ഞ പ്രോസസ്സ് അതേതായിരുന്നു, നമ്മുടെ വാക്സിൻ ബാത്ത് അല്ലെങ്കിൽ സീറം ബാത്ത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഹൈ ആണ്. ഇറ്റ് ഈസ് ഏകദേശം 100 അടുത്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻസ്പിസേഷൻ പ്രോസസ്സിൽ ടെമ്പറേച്ചർ റേഞ്ച് 80 to 85 ആണ്, 30 മിനിറ്റ്സ് വെച്ചിരിക്കും, 3 കൺസിക്യൂട്ടീവ് ഡേയ്സ്. അപ്പോൾ ഇങ്ങനത്തെ എസ്പെഷ്യലി ഈ എഗ് സീറം കണ്ടെയ്നിങ് മീഡിയാസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കൾച്ചർ ചെയ്യാൻ, ഇപ്പം ഫെർട്ടിലൈസേഷൻ നടത്താനൊക്കെ നമ്മൾ എഗ്ഗൊക്കെ ഉള്ള മീഡിയം നമ്മൾ എടുക്കും. അപ്പോൾ എഗ്ഗ് നശിച്ചു പോകാൻ പാടില്ല, പക്ഷെ ചുറ്റുമുള്ള എന്ത് ബാക്ടീരിയസ് ഒക്കെ നശിച്ചു പോകണം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇൻസ്പിസേഷൻ പ്രോസസ്സാണ് സാധാരണയായിട്ട്
യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് ബോയിലിംഗ് ആണ്. ബോയിലിംഗ് നമുക്കറിയാം, സാധാരണ നമ്മൾ തിളപ്പിക്കുന്നതാണ്, വെള്ളം തിളപ്പിക്കുന്നത് അല്ലെ, 100°C കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഏകദേശം വെജിറ്റേറ്റീവ് ബാക്ടീരിയയും വൈറസുകളും എല്ലാം ഉടനെ തന്നെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ബാക്ടീരിയൽ സ്പോർ ഒക്കെ സർവൈവ് ചെയ്യാറുണ്ട്. സം ബാക്ടീരിയൽ സ്പോർസ് ആർ റെസിസ്റ്റന്റ് ടു ബോയിലിംഗ്, ചിലത് സർവൈവ് ചെയ്യും. അപ്പോൾ ഫുൾ ഒരു പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ നമ്മൾ ഒരിക്കലും ബോയിലിംഗ് റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ വെൻ ആബ്സല്യൂട്ട് സ്റ്റെറിലിറ്റി ഈസ് നോട്ട് റിക്വയർഡ്, അത് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സ്പോറും നശിച്ചു പോകണം, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണ്ട. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ക്ലീനിങ്സ്, ഒരു ഹോസ്പിറ്റൽ ഒരു സർഫസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തറയൊക്കെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ ചിലപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഒക്കെ വീണതോ അങ്ങനത്തെയൊക്കെ ഇതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ബോയിലിംഗ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ വെസൽസിനെ ബോയിൽ ചെയ്തെടുക്കുന്നതോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ വീട്ടിൽ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഈ അവർ യൂസ് ചെയ്യുന്ന വായിൽ വെക്കുന്ന ടോയ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് അല്ലെങ്കിൽ വെസൽസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. കാരണം അതിൽ ഏകദേശം മെജോറിറ്റിയിലാണ് നശിച്ചു. നമുക്ക് സ്പോർ നശിപ്പിക്കണം അത്ര സ്പെസിഫിക് ആയിട്ടൊന്നും നമ്മൾ നോക്കാറില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മളിത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ആബ്സല്യൂട്ട് സ്റ്റെറിലിറ്റി വേണമെന്നുള്ളിടത്ത് നമ്മളിത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ സാധാരണ മെറ്റൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനാണ് നമ്മളിങ്ങനെ ബോയിൽ ചെയ്തെടുക്കുന്നത്. അത് 10 മുതൽ 20 മിനിറ്റ് വരെ നമ്മളിതിനെ ബോയിൽ ചെയ്ത് തന്നെ വയ്ക്കുക, എന്നിട്ടാണ് നമ്മൾ പിന്നീട് എടുക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഈ ബോയിലറിന്റെ അടപ്പ് അടച്ച് തന്നെ വെച്ചിട്ട് ത്രൂ ഔട്ട് ദ പീരീഡ്, ഇടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ല. നമ്മൾ ബോയിൽ ചെയ്യാനിട്ട ആ സമയം തൊട്ട് അത് കംപ്ലീറ്റ് ആകുന്നത് വരെ അതിനെ അടച്ച് തന്നെ വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ സ്റ്റീം അറ്റ് 100°C. അപ്പോൾ സ്റ്റീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആവിയാണ് അല്ലേ, നമ്മൾ വാട്ടറിന്റെ ഗേഷ്യസ് ഫോമാണ്. അപ്പം നമ്മൾ തിളയ്ക്കുന്ന തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തത് ബോയിലിംഗ് ആണ് അല്ലേ, വെള്ളത്തിലേക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ആ ഒരു ആർട്ടിക്കിൾസിനെ ഇറക്കി വെക്കും. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് വെക്കുന്നതിന് പകരം നമ്മൾ ഫ്രീ സ്റ്റീം ഉണ്ട്. ഈ 100°C സ്റ്റീം എന്ത് ചെയ്യും, ഈ ആർട്ടിക്കിൾസിലൂടെ കടത്തിവിടും. മെയിനായിട്ട് ഇതിന് സ്റ്റീമർ എന്ന് പറയുന്ന അപ്പാരറ്റസ് യൂസ് ചെയ്യാറുണ്ട്. അർണോൾഡ്സ് ആൻഡ് കോച്ച് സ്റ്റീമേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പാരറ്റസ് ഉണ്ട്, അതിനകത്ത് വെച്ചാണ് നമ്മൾ ചെയ്യാറ്. ആൻഡ് ഓട്ടോക്ലേവ് ക്യാൻ ഓൾസോ സെർവ് ദ സെയിം പർപ്പസ്. നമ്മൾ ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസും ഉണ്ട്, അതും ഇതേ ഒരു പർപ്പസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിന് സ്റ്റീമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ അർണോൾഡ് ആൻഡ് കോച്ച് സ്റ്റീമർ അതിലെന്ന് പറയുന്നത് ഒരു മെറ്റൽ ക്യാബിനറ്റ് ആണ് വിത്ത് പെർഫറേറ്റഡ് ട്രേസ് ടു ഹോൾഡ് ദി ആർട്ടിക്കിൾസ് ആൻഡ് എ കോണിക്കൽ ലിഡ്. അപ്പോൾ എങ്ങനെ വരുന്ന വെച്ചാൽ ഒരു മെറ്റൽ ക്യാബിനറ്റ് ആയിരിക്കും, മെറ്റലിൽ ഉണ്ടാക്കിയ ഒരു വലിയൊരു കണ്ടെയ്നർ പോലത്തെ ഒരു വസ്തുവായിരിക്കും. പിന്നെ അതിൽ പെർഫറേറ്റഡ് ആയിട്ട് കുറേ ട്രേകൾ വെച്ചിട്ടുണ്ടാവും. ആ ട്രേയിലേക്കായിരിക്കും നമ്മൾ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത് ഇറക്കി വെക്കുന്നത്. പെർഫറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കുറേ ഹോൾസ് ഉണ്ടാവും. ഹോൾസ് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റീം കടന്നു വരാൻ വേണ്ടിയിട്ട് ആണ് ഈ പെർഫറേഷൻസ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു കോൺ ഷേപ്പിലുള്ള ഒരു ലിഡും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ബോട്ടം, സ്റ്റീമറിന്റെ ബോട്ടത്തിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമ്മൾ കുറേ വെള്ളം വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഹീറ്റ് ചെയ്ത് ആ വെള്ളം കൺവേർട്ടായി സ്റ്റീമായിട്ടാണ് എന്ത് ചെയ്യുന്നത് മേളിലേക്കുള്ള ഈ പെർഫറേറ്റഡ് ട്രേകളിൽ വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് ആവി കയറുന്നത്. സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീം എന്ത് ചെയ്യും, നമ്മൾ ഈ ആർട്ടിക്കിൾസിനെ ഫുള്ളി സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. പക്ഷെ നമ്മൾ എത്ര ടൈം വെച്ചിരിക്കുന്നത്, 90 മിനിറ്റ്സ് എന്ത് ചെയ്യണം, ഇതിൽ ഈ ഒരു സ്റ്റീമിനെ എക്സ്പോസ് ചെയ്തിട്ട് നമ്മൾ ആർട്ടിക്കിൾസിനെ വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഇത് കിട്ടും. സോ ഇതാണ് സ്റ്റീം അറ്റ് 100°C, അതായത് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ടിൻഡലൈസേഷൻ എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട്. ടിൻഡലൈസേഷന് മറ്റൊരു പേരുണ്ട് ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ. ഈ ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ നമ്മൾ എംപ്ലോയ്ഡ് ബൈ സ്റ്റീമറാണ്. ഈ തൊട്ട് മുന്നേ ഉണ്ട് കോച്ച് സ്റ്റീമർ ഇല്ല, അർണോൾഡ് ആൻഡ് കോച്ച് സ്റ്റീമർ. അതുപോലത്തെ സ്റ്റീമർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ടിൻഡലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ടിൻഡലൈസേഷൻ പ്രോസസ്സ് സാധാരണയായിട്ട് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് ഹീറ്റ് സെൻസിറ്റീവ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല വെക്കുന്നത് അല്ലേ, കാരണം അത് മെറ്റൽസ് ഒക്കെയാണ് ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. മെറ്റൽ ആയിട്ടുള്ള അപ്പാരറ്റസുകളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ സ്റ്റീം ചെയ്ത് വെക്കുന്നത്. പക്ഷെ ടിൻഡലൈസേഷനിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഷുഗർ, ജെലാറ്റിൻ, ഇങ്ങനത്തെ മീഡിയംസിനെയൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഓട്ടോക്ലേവിങ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീമിങ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീഡിയത്തിലുള്ള ഓരോ കമ്പണന്റ് നശിച്ചു പോകാൻ, അത് ഡീകമ്പോസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ്സ് സ്റ്റീമിങ്, നമ്മൾ മറ്റേടത്ത് എന്താ 90 മിനിറ്റ്സ് ചെയ്താൽ ഇത് 20 മിനിറ്റ്സ് ഫ്രീ സ്റ്റീമിങ് ചെയ്യും. എന്നിട്ട് ഇത് ഫോർ 3 സക്സസീവ് ഡേയ്സ്, 3 ദിവസം, 3 അടുപ്പിച്ച ദിവസങ്ങളിൽ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷുഗർ, ജെലാറ്റിനൊക്കെ ഈ മീഡിയംസ് ഒക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകാതെ അതേസമയം സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെജിറ്റേറ്റീവ് ബാക്ടീരിയ എന്തായാലും കില്ലാവും ഇൻ ദ ഫസ്റ്റ് എക്സ്പോഷർ തന്നെ. പിന്നെ അടുത്ത
നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് വീണ്ടും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത് ജെർമിനേറ്റ് ആകാനിരുന്ന സ്പോറുകളും അല്ലെങ്കിൽ ഉടനെ ജെർമിനേറ്റ് ആയ സ്പോറുകളും നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ജെർമിനേറ്റ് ആയ സ്പോറുകൾ മാത്രമേ ടിൻഡലൈസേഷൻ പ്രോസസ്സിൽ വീണ്ടും നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ നശിച്ചു പോകുള്ളൂ. ജെർമിനേറ്റ് ആകാത്ത സ്പോറുകൾ അങ്ങനെ തന്നെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. സോ ടിൻഡലൈസേഷൻ പ്രോസസ്സിൽ എത്ര സ്റ്റെറിലൈസേഷൻ നടക്കുന്നു എന്നുള്ളത് ആ സ്പോർ എത്രത്തോളം ജെർമിനേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ജെർമിനേറ്റ് ആകാത്ത സ്പോർസ് ആണെങ്കിൽ ചിലപ്പോൾ അത് അതിൽ തന്നെ തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്, ഈവൻ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ പോലും. സോ ഇവിടെ ടിൻഡലൈസേഷന് വേറെ ഒന്നുമല്ല, നമ്മൾ 100°C സ്റ്റീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 100°C സ്റ്റീം 20 minutes പിന്നെ 3 successive ഡേയ്സ് ഇങ്ങനെ ചെയ്യുന്നതാണ് ടിൻഡലൈസേഷൻ. ഓക്കെ, സോ ഇതാണ് 100°C ടെമ്പറേച്ചറിലുള്ള പ്രോസസ്സ്. ഇനി നമ്മൾ എബോവ് 100°C പോവാണ്. അതാണ് ഓട്ടോക്ലേവിംഗ് മെത്തേഡ്. അപ്പോൾ ഓട്ടോക്ലേവിംഗ് എന്ന് പറയുമ്പോൾ 100°C എബോവ് ആയിരിക്കും നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്യും. അതായത് നമ്മൾ ഇതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. വാട്ടറിന് നമ്മൾ 100°C സാധാരണ ബോയിൽ ആകുന്നത് അല്ലേ. അതായത് അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. പ്രഷർ മാറുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് മാറും. നമ്മൾ പ്രഷർ കൂട്ടുവാണെങ്കിൽ ടെമ്പറേച്ചർ ബോയിൽ ആകുന്ന ടെമ്പറേച്ചറും കൂടും. അതായത് ഇപ്പം പ്രഷർ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് കുറച്ച് കൂടുതലാക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 100 എന്നുള്ളത് 100ന്റെ മേളിൽ കുറച്ചുകൂടെ എബോ ആയാലേ 100°C എന്നുള്ളത് ചിലപ്പോൾ 110 120 ഒക്കെ ആയാലേ എന്താകത്തുള്ളൂ, വാട്ടർ ബോയിൽ ആകത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഓട്ടോക്ലേവിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഓട്ടോക്ലേവിൽ വാട്ടറിനെ നമ്മളൊരു ക്ലോസ്ഡ് ചേംബറിൽ ബോയിൽ ചെയ്യും. ഇൻ ആൻ ഓട്ടോക്ലേവ് ദ വാട്ടർ ഈസ് ബോയിൽഡ് ഇൻ എ ക്ലോസ്ഡ് ചേംബർ. ഒരു അടഞ്ഞ ചേംബറിനകത്ത് വാട്ടറിനെ ബോയിൽ ചെയ്യും. ആൻഡ് അവിടെ പ്രഷർ കൂട്ടി കൊടുക്കും. പ്രഷർ കൂടി 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 വരുമ്പോൾ നമ്മൾ ആ ബോയിലിംഗ് പോയിന്റ് 100°C നിന്നും കൂടാൻ തുടങ്ങും. ഓക്കെ, അതെപ്പോഴും ഓർക്കുക. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും കൂടുമെന്നുള്ളത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പ്രഷർ അതിനകത്തുള്ള 15 lbs അല്ലെങ്കിൽ 15 pound എന്നുള്ളൊരു മാർക്കിങ്ങിലാണ് ഓട്ടോക്ലേവിനകത്തുള്ള പ്രഷറിനെ കൂട്ടി കൂട്ടി എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ 121°C ആണ്. അപ്പോൾ ആർട്ടിക്കിൾസിന് ഈ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ സ്റ്റീമിനെ എത്തിക്കും, വാട്ടറിനെ എത്തിച്ച് ബോയിൽ ചെയ്യിക്കും. എന്നിട്ട് 15 മിനിറ്റ് ആ ഒരു കണ്ടീഷനിൽ നമ്മൾ 15 മിനിറ്റ് എന്ത് ചെയ്യും, ഈ ആർട്ടിക്കിൾസിനെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓട്ടോക്ലേവിനകത്ത് ഈ ചേംബറിനകത്തേക്ക് നമ്മൾ വെക്കും. ഇനി ഈ സ്റ്റീമിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, മോയിസ്റ്റ് എയറും ഡ്രൈ എയറിന്റെ കാര്യവും പറഞ്ഞില്ല. ഡ്രൈ എയറിനെക്കാളും സ്റ്റീം എന്ന് പറയുമ്പോൾ മോയിസ്റ്റ് എയർ ആണ്. അതിന് കൂടുതൽ പെനിട്രേറ്റീവ് പവർ ഉള്ളത് കൊണ്ട് തന്നെ 15 മിനിറ്റ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ മൈക്രോ ഓർഗാനിസംസും കില്ലായി പോകും. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റീം ആണല്ലോ, ഇത് സ്റ്റീം വേറെ ഏതെങ്കിലും കോൾഡർ സർഫസിലൊക്കെ തട്ടി കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും കണ്ടൻസ് ആയി വാട്ടർ ആവും അല്ലെ. അപ്പൊ അവിടെ വാട്ടർ ആയിട്ട് അപ്പൊ ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ വീണ്ടും എന്ത് ചെയ്യും, സ്റ്റീം വന്നുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഇതിനെ ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷെ നമ്മൾ സ്റ്റെറിലൈസേഷൻ 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ഒരു ഓട്ടോക്ലേവിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. സിംപ്ലി പറഞ്ഞാൽ പ്രഷർ കൂട്ടി കൊടുത്ത് ബോയിലിംഗ് പോയിന്റും കുറച്ചൊന്ന് ഹൈ ആക്കും. അതിലൂടെ നമുക്കൊരു ഹയർ ടെമ്പറേച്ചർ കിട്ടും. അതായത് കുറച്ച് കൂടുതൽ ഹീറ്റ് നമുക്ക് ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കാൻ പറ്റും. ടെമ്പറേച്ചർ 100 121 വരെ ആക്കി കൊടുക്കുമ്പോൾ അപ്പൊ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് സ്റ്റെറിലൈസ് ആയി കിട്ടുകയും ചെയ്യും. 100°C ആണെങ്കിൽ കൂടുതൽ ടൈം ചിലപ്പോൾ നമ്മൾ വെച്ചിരിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇത് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ബൈ പ്രഷറിനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട്. ഇനി ഇത് എങ്ങനെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി അത്ര ഡീറ്റെയിൽസ് നമുക്ക് നോക്കാനില്ല. ഈ പറഞ്ഞ ഈ ഓട്ടോക്ലേവിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റെപ്പിറ്റേഷൻ പോലെ വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇതിനൊരു ഓട്ടോക്ലേവിന്റെ സ്ട്രക്ചർ ആദ്യം പറയുന്നുണ്ട്. ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ, ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെർട്ടിക്കൽ ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ ബോഡി ആയിരിക്കും ഈ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതിനകത്തൊരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടാവും. പിന്നെ ഒരു പെർഫോറേറ്റഡ് ട്രേ ആണ്. അതായത് നമ്മൾ ആ ആർട്ടിക്കിൾസ് ഒക്കെ വെച്ചു കൊടുക്കാൻ, സാധനങ്ങൾ വെച്ചു കൊടുക്കാനായിട്ട് ട്രേ ഉണ്ടാവും. പെർഫോറേറ്റഡ് ആയിരിക്കും, അതായത് ഹോൾസ് ഉള്ളതായിരിക്കും. സോ ദാറ്റ് നമുക്ക് സ്റ്റീം എന്ത് ചെയ്യുക, ആ കണ്ടെയ്നർ ഫുള്ള് സിലിണ്ട്രിക്കൽ ബോഡിക്കകത്ത് മൊത്തം പോകാനായിട്ട്. പിന്നെ അതിനെ അടച്ചു വെക്കേണ്ട ഒരു ലിഡ് ഉണ്ടാവും. പിന്നെ അതിനെ ടൈറ്റ് ആക്കി വെക്കാൻ സ്ക്രൂ ക്ലാമ്പുകളും ഒരു പ്രഷർ നോക്കാനായിട്ട് പ്രഷർ ഗേജ് ഉണ്ടാകും. കാരണം നമ്മൾ പ്രഷർ കൂട്ടിയിട്ടാണല്ലോ ഇത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റി വാൽവും ഒരു ഡിസ്ചാർജ് ടാപ്പും ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾസിനെ നമ്മൾ ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. നമ്മൾ മുന്നേയൊക്കെ ഈ ഹോട്ട് എയർ അവനിലൊക്കെ എല്ലാം സ്പേസ് വിട്ടിട്ടാണ് വെച്ചോട്ടത് അല്ലേ. ഇവിടെ പക്ഷേ ആർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യും, സെയിം ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ടൈറ്റ്ലി മസ്റ്റ് നോട്ട് ബി ടൈറ്റ്ലി പാക്ഡ് ആണ് കേട്ടോ. ടൈറ്റ്ലി പാക്ഡ് എന്നല്ല, മസ്റ്റ് നോട്ട് ബി ടൈറ്റ്ലി പാക്ഡ്. പക്ഷെ അത്രയും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ല, കുറച്ചുകൂടിയൊക്കെ അടുപ്പിച്ച് നമുക്ക് വെക്കാം. ബട്ട് സ്റ്റിൽ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ.
പിന്നെ സ്ക്രൂ ക്യാപ്സ് ആൻഡ് കോട്ടൺ പ്ലഗ്സ് മസ്റ്റ് ബി ലൂസ്ലി ഫിറ്റഡ്. നമ്മൾ ഈ സ്ക്രൂ ക്യാപ്പും കോട്ടൺ പ്ലഗുകളും ഒക്കെ ഭയങ്കര ടൈറ്റ് ആക്കി വെക്കാൻ പാടില്ല, ലൂസ് ആക്കി വെക്കുക. പിന്നെ ലിഡിനെ നമ്മൾ ക്ലോസ് ചെയ്യണം, പക്ഷെ ഡിസ്ചാർജ് ടാപ്പ് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കി വെക്കുക. നമ്മൾ ഈ ഒരു ഓട്ടോക്ലേവിന്റെ പാർട്സ് ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ടല്ലോ, അതിലൊരു സേഫ്റ്റി വാൽവ്, ഡിസ്ചാർജ് ടാപ്പിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പൊ പിന്നെ ഒരു ലിഡും ഉണ്ട്. ലിഡ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഈ ഡിസ്ചാർജ് ടാപ്പിനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കും. എന്നിട്ടാണ് നമ്മൾ താഴെ ഏറ്റവും അടിഭാഗത്തുള്ള വാട്ടറിന് നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ബോയിലായി തുടങ്ങുമ്പോഴത്തേക്ക് സ്റ്റീം ഉണ്ടാവും. സ്റ്റീം ഉണ്ടായി കഴിയുമ്പോൾ ഈ കണ്ടെയ്നറിനകത്തുണ്ടായിരുന്ന എയർ ഒക്കെ എന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. ഈ ഡിസ്ചാർജ് ടാപ്പ് വഴി പുറത്തോട്ട് പോകും. പിന്നെ അതിനകത്തുള്ള എല്ലാ എയറും അങ്ങനെ ഡിസ്പ്ലേസ് ആയി മൊത്തം സ്റ്റീം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഡിസ്ചാർജ് ടാപ്പ് വഴി സ്റ്റീം പുറത്തു വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ടാപ്പിന് എന്ത് ചെയ്യും, അങ്ങ് അടച്ചു കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, അത്രയും അപ്പൊ മൊത്തം സ്റ്റീമായി കഴിയുമ്പോഴത്തേക്കും അടയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രഷറിനെ ആ പ്രഷർ ഗേജ് ഉപയോഗിച്ചിട്ട് 15 lbs/square-inch എന്നൊരു മെഷർമെന്റിൽ നമ്മൾ പ്രഷറിനെ കൂട്ടിക്കൊടുക്കും. ആൻഡ് ഈ പ്രഷറിനെ നമ്മൾ 15 മിനിറ്റ് എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. സോ ദാറ്റ് ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ്സ് ഹീറ്റ് അത് മാറിയ ശേഷം, അതായത് ഈ പ്രോസസ്സ് 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഓഫ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓട്ടോക്ലേവിനെ അത് തണുക്കാനായിട്ട് വിടും. എന്നിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞത് കൂളാവുന്ന അനുസരിച്ച് പ്രഷറും എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. അങ്ങനെ കുറയത്തില്ല, നമ്മൾ ഡിസ്ചാർജ് ടാപ്പ് ഒന്ന് തുറന്നു കൊടുക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് അത് താഴ്ന്നു വരാനായിട്ട് തുടങ്ങും. ആൻഡ് അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ആർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യും. ഇപ്പൊ ഇവിടെ ആകെ നമുക്ക് 15 മിനിറ്റ് പരിപാടി നടക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ 1-2 കാര്യങ്ങളും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവിംഗ് ആർ കൾച്ചർ മീഡിയ, ഡ്രസ്സിംഗ്, ലിനൻ എക്സെട്ര. നമ്മൾ നേരത്തെ കൾച്ചർ മീഡിയ എന്ന് നമുക്ക് നേരത്തെ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ പ്രോസസ്സിന്റെ പേര് ഏതായിരുന്നു, നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോട്ട് എയർ അവൻ അല്ലെ. ഹോട്ട് എയർ അവൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കൾച്ചർ മീഡിയ ഒന്നും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള മെത്തേഡ് കിട്ടിയിട്ടുണ്ട്. അതേതാണ് മെത്തേഡ്, നമ്മുടെ ഓട്ടോക്ലേവ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആർട്ടിക്കിൾ സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവിംഗ് ആർ കൾച്ചർ മീഡിയ, ഡ്രസ്സിംഗ്, ലിനൻ എക്സെട്ര. ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ വളരെ പെട്ടെന്ന്, ഇത് ഹോട്ട് എയർ അവണിനെക്കാളും നമുക്ക് കുറച്ച് ടൈം എടുക്കുള്ളൂ അല്ലെ, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, സ്റ്റെറിലൈസേഷനും പ്രോപ്പർ ആയിരിക്കും. പിന്നെ ഡ്രെഞ്ചിങ് ആൻഡ് വെറ്റിംഗ് ഓഫ് ആർട്ടിക്കിൾസ്, ട്രാപ്ഡ് എയർ മേ റെഡ്യൂസ് ദ എഫിക്കസി, ടേക്സ് ലോങ് ടൈം ടു കൂൾ ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മെത്തേഡ്. കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റീം നിറയ്ക്കാൻ നോക്കിയാലും ചിലപ്പോൾ കുറച്ച് എയറൊക്കെ ട്രാപ്പ് ചെയ്ത് കിടപ്പുണ്ടാവും. അപ്പോൾ ആ എയർ ട്രാപ്ഡായിട്ട് കിടന്നാൽ ഇതിന്റെ എഫിഷ്യൻസി കുറച്ചൊന്ന് കുറയും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ഹൈ ഹീറ്റിലിരുന്ന ഒരു ഓട്ടോക്ലേവ് ആയതുകൊണ്ട് അതിന് കൂൾ ഡൗൺ ചെയ്ത് വരാനും അത്രയും ടൈം എടുക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ലോങ് ടൈം ഓഫ് കൂളിംഗ് ഉണ്ടെന്നുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഡ്രെഞ്ചിങ് ആൻഡ് വെറ്റിംഗ് ഓഫ് ആർട്ടിക്കിൾസും ചിലപ്പോൾ സംഭവിക്കും. അതായത് ഈർപ്പം, നമ്മൾ ഇതിനെ കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ നനവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അപ്പോഴത്തേക്കും ഈ സ്റ്റീം ഒക്കെ കണ്ടൻസ് ആയിട്ട് വരില്ല. അപ്പൊ ചിലപ്പോൾ ആ ആർട്ടിക്കിൾസിലൊക്കെ മൊത്തം വെള്ളം ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളൊന്നുകൂടെ ഉണക്കി എടുക്കേണ്ടി, പക്ഷെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതൊരു ഫാക്ടർ. സോ ഇങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്തുണ്ട് നമ്മുടെ ഈ ഒരു ഓട്ടോക്ലേവിംഗ് മെത്തേഡിൽ ഉണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ബയോളജിക്കൽ, അതായത് സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റെറിലൈസേഷൻ കൺട്രോളിൽ. അതായത് നമ്മൾ മറ്റേ 106 സ്പോർസ് ഓഫ് ബാക്ടീരിയലിന്റെ സ്പോർ വെച്ചിട്ട് നമ്മൾ ഓട്ടോക്ലേവിനകത്ത് വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് ന്യൂട്രിയൻ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇനോക്കുലേറ്റ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്തെടുക്കും അല്ലേ. 37 ഡിഗ്രി സെൽഷ്യസ് എന്തോ ആണ് ആ ടെമ്പറേച്ചർ. അത് മുന്നത്തെ റെഫർ ചെയ്തത് സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അവിടെ ഗ്രോത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല, ഇനിയും സ്പോറുകൾ നശിക്കാനുണ്ടെന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായിട്ട് നടന്നു. ഇനി നമുക്ക് ഫിസിക്കൽ മീൻസിൽ വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ്, ഇപ്പം നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ജനറൽ ആയിട്ടുള്ളതാണ് കൂടുതൽ നോക്കിയത്. അത് പോയിട്ട് നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. റേഡിയേഷൻ, ഫിൽട്രേഷൻ, സോണിക് ആൻഡ് അൾട്രാസോണിക് വൈബ്രേഷൻ, പിന്നെ കെമിക്കൽ മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കൂടെ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കി കിട്ടും. സോ നമുക്ക് ആ ടോപ്പിക്സ് നോക്കാം. റേഡിയേഷൻ വഴി നമുക്ക് ഡിസിൻഫെക്ഷൻ നടത്താം. പക്ഷെ റേഡിയേഷൻ 2 ടൈപ്പ് ഉണ്ടെന്നുള്ളത് അറിയണം, അയണൈസിങ്ങും നോൺ അയണൈസിങ്ങും. ഇതിൽ നോൺ അയണൈസിങ് എന്ന് പറയുന്നതാണ്
അത്ര എനർജി ഇല്ല. അത് നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. നോൺ എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവുള്ളത് പോലെ എന്നും നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ അതിന് പെനട്രേറ്റീവ് പവർക്ക് കുറവാണ്. അപ്പോൾ അത് മൈക്രോ ഓർഗാനിസത്തിലേക്കൊക്കെ പെനട്രേറ്റ് ചെയ്ത് ചെല്ലാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സാധാരണ ഭയങ്കര സ്റ്റെറിലൈസേഷൻ പ്രോസസ്സൊന്നും യൂസ് ചെയ്യില്ല. ചെറിയ ഡിസിൻഫെക്റ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടൊക്കെ മാത്രമായിരിക്കും നമ്മൾ ഈ നോൺ അയണൈസിങ് ആയിട്ടുള്ള റേസ് യൂസ് ചെയ്യുന്നത്. അതേസമയം അയണൈസിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്, ഹൈ എനർജി റേഡിയേഷൻസ് ആണ്, നല്ലപോലെ പെനട്രേറ്റ് ചെയ്ത് പോകാനും പറ്റും. അങ്ങനത്തെയൊക്കെ നമ്മൾ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോൺ അയണൈസിങ് റേസ് ലോ എനർജി റേസ് വിത്ത് പുവർ പെനട്രേറ്റീവ് പവർ. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് UV റേസും IR ഇൻഫ്രാറെഡ് റേസും ഒക്കെയാണ്. നമ്മൾ ഈ റേസ് ഉപയോഗിച്ച് സാധാരണ ലബോറട്ടറീസ്, സേഫ്റ്റി ഹുഡ് ഇതൊക്കെ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ ഈ UV ഇൻഫ്രാറെഡ് റേസ് ഒക്കെ. അതേസമയം അയണൈസിങ് റേസ് എന്ന് പറഞ്ഞാൽ ഹൈ എനർജി റേസ് ആണ് വിത്ത് ഗുഡ് പെനട്രേറ്റീവ് പവർ. ഗാമ റേ, എക്സ്റേ ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ സിറിഞ്ച്, കത്തീറ്റർ ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ഗാമ റേഡിയേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് റേഡിയേഷന്റെ കേസ്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ലിക്വിഡ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഐറ്റംസിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ റിമൂവ് ബാക്ടീരിയ ഫ്രം ഹീറ്റ് ലെബൈൽ ലിക്വിഡ്സ്. ഹീറ്റ് ലെബൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അതായത് ഹീറ്റ് തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കോമ്പോസിഷനൊക്കെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉള്ള ലിക്വിഡ്സ് ആണ് ഹീറ്റ് ലെബൈൽ ലിക്വിഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സീറം, ആന്റിബയോട്ടിക് സൊല്യൂഷൻസ്, ഷുഗർ സൊല്യൂഷൻ, യൂറിയ സൊല്യൂഷൻ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഹീറ്റ് കൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ആണ് ചെയ്യുന്നത് ബാക്ടീരിയയെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. കാൻഡിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഉണ്ട്, ആസ്ബെസ്റ്റോസ് ഫിൽറ്റർ ഉണ്ട്, ആൻഡ് സിന്റർ ഗ്ലാസ് ഫിൽറ്റർ. ഇങ്ങനെ പല ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ബാക്ടീരിയ റിമൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ്. അതും ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റാത്ത, ഹീറ്റ് കൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷൻസിനെയൊക്കെ അതിൽ നിന്ന് ഈ കട്ടിയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഈ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സോണിക് ആൻഡ് അൾട്രാസോണിക് വൈബ്രേഷൻസ്. വേറെ ഒന്നുമല്ല, ഈ സോണിക് അൾട്രാസോണിക് റേഞ്ചിലുള്ള സൗണ്ട് വേവ്സിനെ നമ്മൾ കടത്തി വിട്ടിട്ട് ബാക്ടീരിയ കില്ല് ചെയ്യുന്നതാണ് ഈ പ്രോസസ്സ്. ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20,000 സൈക്കിൾസ് പെർ സെക്കൻഡ്. അതിനേക്കാളും കൂടുതൽ വരുന്ന ഫ്രീക്വൻസിയിലുള്ളതായിരിക്കും ഈ സൗണ്ട് വേവ്സ് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ആണോ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് കടത്തി വിടുമ്പോഴത്തേക്കും ബാക്ടീരിയ, വൈറസ് ഒക്കെ കുറേ എന്ത് ചെയ്യും, നശിച്ചു പോകും. ഇതിനെ എക്സ്പോസ് ചെയ്യുന്നത് 1 hour ആണ് കേട്ടോ. 1 hour ഡ്യൂറേഷൻ നമ്മൾ ഈ വൈബ്രേഷൻസ് കടത്തി വിട്ടുകൊണ്ടേ ഇരിക്കണം. സോ അങ്ങനെയാണ് നമ്മൾ വൈബ്രേഷൻസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് കെമിക്കൽ മെത്തേഡ്സ് ആണ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യാൻ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസിൻഫെക്റ്റൻസ് അതിനെയാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിൻഫെക്റ്റൻസ് ആർ ദോസ് കെമിക്കൽസ് that destroy pathogenic bacteria from inanimate surface. ജീവനില്ലാത്ത സർഫസുകൾ, അതായത് സാധാരണ പ്രതലങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഫ്ലോറ്, വാൾസ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ലാബ് ഏരിയ, അവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ പത്തോജനിക് അതായത് ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിനെ നശിച്ചു പോകാനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസിൻഫെക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പല ഡിസിൻഫെക്റ്റൻസിനും പല വീര്യമാണ്, അത് സ്ട്രെങ്ത് ആണ്. അതനുസരിച്ച് പല ടാർഗറ്റിംഗ് മൈക്രോ ഓർഗാനിസംസ് വേറെ വേറെ ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന സാധാ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് വെച്ചായിരിക്കില്ല നമ്മൾ ടോയ്ലറ്റ് സീറ്റ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഹോസ്പിറ്റൽ റൂംസ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ റിക്വയർമെന്റിനനുസരിച്ച് ഡിസിൻഫെക്റ്റന്റ് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ചില കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ വെരി നാരോ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആൻഡ് സം ഹാവ് വെരി വൈഡ്. ദോസ് കെമിക്കൽസ് ദാറ്റ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ഓവർ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻസ് ആർ കോൾഡ് ആന്റിസെപ്റ്റിക്സ്. അപ്പോൾ ഇതിൽ പല ടൈപ്സ് ഉണ്ട്. ഈ ഡിസിൻഫെക്റ്റന്റിൽ ഫസ്റ്റ് വൺ ആന്റിസെപ്റ്റിക്സ് ആണ്. ഓക്കെ, ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാക്സിൻ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയ ഒരു സ്കിൻ സർഫസിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഹ്യൂമൻ ബോഡി സ്കിന്നിൽ മ്യൂക്കസ് മെമ്പറിനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ, ഡിസിൻഫെക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട് ബാക്ടീരിയോസ്റ്റാറ്റിക് കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കെമിക്കൽസ് ഉണ്ട്. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയെ കൊല്ലാതെ തന്നെ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു കേപ്പബിലിറ്റി നശിപ്പിച്ച് കളയുന്നതാണ്. ഇൻഹിബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ വിത്തൗട്ട് കില്ലിങ് ദം. ഈ ആ മൈക്രോ ഓർഗാനിസത്തിനെ കൊന്നു കളയില്ല, നശിപ്പിച്ച് കളയത്തില്ല, പക്ഷെ അത് റെപ്ലിക്കേറ്റ് ആയിട്ട്, അതായത് റീപ്രൊഡ്യൂസ് ചെയ്ത് കോളനീസ് ഉണ്ടാക്കാതിരിക്കാൻ അതിൻ്റെ ഉള്ള കപ്പാസിറ്റി നശിപ്പിച്ച് കളയാൻ
യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ബാക്ടീരിയോസ്റ്റാറ്റിക്. അപ്പോൾ പ്രോപ്പർ ഡിസിൻഫെക്ഷൻ എന്ന് പറയാൻ പറ്റും, പക്ഷെ എന്നാലും നമുക്ക് പിന്നീട് അത് മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. അങ്ങനത്തതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ബാക്ടീരിയസിഡൽ. ബാക്ടീരിയസിഡൽ എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയ കൊന്നു കളയുകയോ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റോ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ബാക്ടീരിയസിഡൽ എന്ന് പറയുന്നത്. ഇനി മോഡ് ഓഫ് ആക്ഷൻ ഓഫ് വേരിയസ് കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ഇൻക്ലൂഡ്. അപ്പോൾ നമ്മളിവിടെ പല ടൈപ്പ് പറഞ്ഞില്ല, ആന്റിസെപ്റ്റിക്സ് പറഞ്ഞു, ബാക്ടീരിയോസ്റ്റാറ്റിക്, ബാക്ടീരിയസിഡൽ, അങ്ങനെ പലതും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഓരോ കെമിക്കൽസും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് മൈക്രോ ഓർഗാനിസം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി നശിപ്പിക്കുകയോ ചെയ്യുന്നത് പല പ്രോസസ്സ് വഴിയായിരിക്കും. അത് ഓരോ കെമിക്കലിന് ഓരോ രീതിയായിരിക്കും. സം എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്: പ്രോട്ടീൻ കൊയാഗുലേഷൻ, ഡിസ്റപ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ, എൻസൈം ഡാമേജ് എക്സെട്ര. ചിലപ്പോൾ എക്സാമിന് ഒരു MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് യൂസ് ഇതിൽ ഏതാണ് യൂസ് ചെയ്യാത്ത പ്രോസസ്സ് എന്ന്. അപ്പൊ ചിലപ്പോൾ ഓപ്ഷൻസിൽ ഇത് മൂന്നും കാണും, നൺ ഓഫ് ദീസ് ആണ്. അപ്പൊ നൺ ഓഫ് ദീസ് ആണ് ഓപ്ഷൻ അല്ലേ. അതായത് പ്രോട്ടീൻ കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ പല സ്ട്രക്ചേഴ്സും ഉണ്ടാക്കിയിരിക്കും. അപ്പൊ അത് കൊയാഗുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ എല്ലാം കൂടെ മിക്സപ്പ് ആയി പോവുക. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സ്ട്രക്ചർ നഷ്ടപ്പെടും. അങ്ങനെ കൊയാഗുലേഷൻ സംഭവിച്ചിട്ട് അത് നശിച്ചു പോകും. പിന്നെ ഡിസ്ട്രപ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ. ഒരു സെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ മെമ്പറിന്. അപ്പം അതിൽ ഒരു ഓർഗനല്ലേ, അതിൽ ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കേടുവന്നാൽ തന്നെ എന്ത് ചെയ്യും, അത് പിന്നെ ചിലപ്പോൾ സർവൈവ് ചെയ്തൊന്നും വരില്ല. അപ്പോൾ സെൽ മെമ്പറിൻ ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ടും ചിലത് നശിപ്പിക്കാറുണ്ട്. പിന്നെ ചിലത് എൻസൈം ഡാമേജ്, എൻസൈമുകളെ ഡാമേജ് ചെയ്തിട്ട് അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ചിലത് ഡീനാച്ചുറേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ അതായത് അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ DNA സ്ട്രക്ചറൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഇനാക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് ഡീനാച്ചുറേഷൻ. അങ്ങനെ പല പ്രോസസ്സസ് വഴിയാണ് ഈ ഡിസിൻഫെക്റ്റൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പല കെമിക്കൽസ്, ഈ ആന്റിസെപ്റ്റിക് പറഞ്ഞു, ബാക്ടീരിയസിഡൽ പറഞ്ഞു, ഇപ്പൊ ഇതിനൊക്കെ പല കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾസ് ഉണ്ട്, ആൽഡിഹൈഡ്സ്, ഫീനോള്, ഹാലജൻ, ഹെവി മെറ്റൽ, സർഫസ് ആക്റ്റീവ് ഏജന്റ്, ഡൈസ്, എത്തിലിൻ ഓക്സൈഡ്, ബീറ്റ പ്രൊപ്പയോലാക്ടോൺ അല്ലെങ്കിൽ BPL. ഇത്രയും ടൈപ്സ് ആണ് സാധാരണ ഡിസിൻഫെക്റ്റൻസിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വിത്ത് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ എത്ര ടൈപ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഈ 9 ടൈപ്സിന്റെ പേര് ഓർത്ത് വെച്ചിരിക്കുക, എക്സാമ്പിൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആൽക്കഹോളിൽ ഫസ്റ്റ് ഇവർ ഈഥൈൽ ആൽക്കഹോൾ, എത്തനോൾ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ, ഇങ്ങനെ പല ടൈപ്പ് ആൽക്കഹോൾസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സ്കിന്നിലൊക്കെ ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ ഈഥൈൽ ആൽക്കഹോൾ, എത്തനോളിന്റെ 70% എത്തനോൾ ആണ് സ്പിരിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ആന്റിസെപ്റ്റിക് ആണ്. ഇനി രണ്ടാമത്തത് ആൽഡിഹൈഡ്സ് ആണ്. എക്സാമ്പിൾ ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടർ ആൽഡിഹൈഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫോർമാൽഡിഹൈഡിന്റെ 40%നെയാണ് നമ്മൾ ഫോർമാലിൻ എന്ന് പറയുന്നത് കേട്ടോ. 40% ഫോർമാൽഡിഹൈഡിനെയാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഫ്യൂമിഗേഷന്, ഡിസിൻഫെക്ഷൻ ഒക്കെ, സർഫസ്, അതായത് ഈ സർജറീസ് ഒക്കെ നടന്ന സ്ഥലമൊക്കെ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫോർമാലിൻ ആണ്. പിന്നെ ബയോളജി, സേഫ്റ്റി ക്യാബിനറ്റ്, വാർഡുകൾ, ഇവിടെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു ഫോർമാലിൻ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി തേർഡ് വന്നിട്ട് ഫീനോൾ ആണ്. ഫീനോളിന് എക്സാമ്പിൾ നമുക്കറിയാം 5% ഫീനോൾ, ക്രെസോൾ, ലൈസോൾ, ഡെറ്റോൾ, പിന്നെ ക്ലോർഹെക്സിഡിൻ, ഇതൊക്കെ ഫീനോൾസിന് എക്സാമ്പിൾ ആണ്. ഇനി നാലാമത്തത് ഹാലജൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്ലോറിൻ കോമ്പൗണ്ടുകൾ, അതായത് ഹാലജൻസിൽ ക്ലോറിൻ, അയഡിൻ കോമ്പൗണ്ടുകളൊക്കെയാണ് മെയിനായിട്ട് ഹാലജൻസിൽ വരുന്നത്. ക്ലോറിൻ നമുക്കറിയാം, ക്ലോറിൻ, ബ്ലീച്ച്, ഹൈപ്പോക്ലോറേറ്റ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഈ വെള്ളത്തിനെയൊക്കെ നമ്മൾ പലപ്പോഴും എന്താണ് ഡിസിൻഫെക്ട് ചെയ്യാൻ ക്ലോറിൻ ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ അയഡിൻ കോമ്പൗണ്ട്സും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ടിങ്ചർ ഓഫ് അയഡിൻ. ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്നത് 2% ഓഫ് അയഡിനും 70% ആൽക്കഹോളാണ്. അതായത് 70% ആൽക്കഹോളിൽ 2% അയഡിൻ ആഡ് ചെയ്തതാണ്. അത് നമ്മൾ വാട്ടർ സപ്ലൈ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസിന് എക്സാമ്പിൾ സിൽവർ നൈട്രേറ്റ്, കോപ്പർ സൾഫേറ്റ്, മെർക്കുറി ക്ലോറൈഡ് ഒക്കെയാണ്. പിന്നെ സർഫസ് ആക്റ്റീവ് ഏജൻസ് 6th, സോപ്പ്, ഡിറ്റർജന്റ് പോലുള്ള സർഫെക്റ്റൻസ് ആണ് കേട്ടോ. സർഫസ് ആക്റ്റീവ് ഏജൻസ് എന്ന് പറയും. സോപ്പ്, ഡിറ്റർജന്റ് ഒക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ ഡൈ ഉപയോഗിക്കേണ്ട അനിലിൻ ഡൈസ് ആണ് നമ്മൾ പൊതുവിൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഉണ്ട് ക്രിസ്റ്റൽ വയലറ്റ്, മെലക്കൈറ്റ് ഗ്രീൻ, ബ്രില്യൻറ്റ് ഗ്രീൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ ഉള്ളത് എത്തിലിൻ ഓക്സൈഡ് ആണ്. എത്തിലിൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആൽക്കലൈറ്റിംഗ് ഏജന്റ് ആണ്.
കേപ്പബിൾ ഓഫ് കില്ലിംഗ് സ്പോർസ് റാപ്പിഡ്ലി. ഈ ആൽക്കലൈറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് പൊതുവിൽ നമ്മുടെ ഈ ഡി എൻ എയിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പുകളെ ആഡ് ചെയ്ത് കൊടുത്ത് ഡി എൻ എയിൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ അത് ആഡായി പോകുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രക്ചർ നഷ്ടപ്പെടുകയും പിന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അതിന് പറ്റില്ല. സാധാരണ ഡി എൻ എ റെപ്ലിക്കേറ്റ് ആകത്തില്ല. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഇപ്പൊ ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ആൽക്കലൈറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ക്യാൻസർ വന്ന സെൽസിന്റെ ഡി എൻ എ റെപ്ലിക്കേറ്റ് ആയി കൂടുതൽ സെൽസ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഇങ്ങനത്തെ ഏജൻസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നീട് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കൂല. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിത് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനും നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എത്തിലിൻ ഓക്സൈഡ് ആണ് അതിന്റെ എക്സാമ്പിൾ. പിന്നെ ഏകദേശം സിമിലർ ആയിട്ട് വരുന്നത് തന്നെയാണ് ഈ ഒരു ബീറ്റ പ്രൊപ്പയോ ലാക്റ്റിൻ എന്ന് പറയുന്നത്. BPL സെയിം സ്പോറിസൈഡൽ ആൽക്കലൈറ്റിംഗ് ഏജന്റ്, കാർസിനോജൻ ആണ്. ഓക്കെ, ആൻഡ് ഈസ് എ കാർസിനോജൻ. ഓക്കെ, ഇത് പക്ഷേ ഒരു ക്യാൻസർ കോസിങ് ഏജന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ എത്തിലിൻ ഓക്സൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷൻ, അതായത് നമ്മുടെ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്പെസിമെൻ സ്പില്ലേജ് ആണ്. സ്പെസിമെൻ സ്പില്ലേജ്, അതായത് നമുക്കറിയാം നമ്മൾ ലാബിൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അനാലിസിസ് ഡയഗ്നോസിസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒത്തിരി സ്പെസിമെൻ, പല ആൾക്കാരുടെ പല ഇൻഡിവിജ്വൽസിന്റെ സ്പെസിമെൻ സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷെ അത് ചിലപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സാമ്പിൾ ആണ്. ഇൻ കേസ് അവിടെ പലപ്പോഴും വരാറുള്ളത് അങ്ങനെയാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു അബ്നോർമാലിറ്റി തോന്നുമ്പോഴാണല്ലോ നമ്മൾ പൊതുവിൽ ഈ ടെസ്റ്റിംഗ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഒരു മെജോറിറ്റിയും അങ്ങനത്തെ അബ്നോർമാലിറ്റീസ് ഉള്ള സ്പെസിമെൻസ് ആയിരിക്കും. അങ്ങനത്തെ സ്പെസിമെൻസ് സ്പില്ലായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് മെയിൻ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാതെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ സ്വയം ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ സ്പെസിമെൻ സ്പില്ലായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാനും അതിന് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഈ സ്പെസിമെനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ധരിച്ചിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, PPE, നമ്മൾ കോവിഡ് സമയത്ത് വളരെ കോമൺ ആയിട്ട് കേട്ടതാണ് അല്ലേ. അപ്പോൾ PPEക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്ലാഷ് ഗോഗിൾസ്, കണ്ണിൽ വെക്കുന്നത്. സ്പ്ലാഷ് ഗോഗിൾസിന്റെ ഒരു പിക്ചർ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പ്ലാഷ് ഗോഗിൾസ് എന്ന് പറയുന്നത്. ഇത് കണ്ണിൽ നമ്മുടെ സ്പെസിമെൻ വീഴത്തില്ല. പിന്നെ ഉള്ളത് നൈട്രൈറ്റ് ഗ്ലൗസ്, നമ്മുടെ സാധാരണ ഗ്ലൗസിൽ ഈ ഭയങ്കര കട്ടിയുള്ള ഈ ഒരു ഗ്ലൗസ് കണ്ടോ, ഇത് ഇങ്ങനത്തെ ഗ്ലൗസ് യൂസ് ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക് വിനൈലോ റബ്ബർ ഷോ കവർ അല്ല, ഇറ്റ് ഈസ് ഷൂ കവർ. ഓക്കെ, ഷൂ കവറാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പോലത്തെ ഇതുപോലത്തെ അല്ലെങ്കിൽ അല്ലാത്ത പ്ലാസ്റ്റിക് റാപ്പ് പോലെ തോന്നുന്ന രീതിയിലുള്ള കവേഴ്സ് ഉണ്ട്. ഓക്കെ, അതും നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ ലാബ് കോട്ട്, ഏപ്രൺ, കവറോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ശരീരം മൊത്തം ഇങ്ങനെ എന്താ പറയാ കവർ ചെയ്ത് കിടക്കുന്ന ഒരു യൂണിഫോം പോലത്തെ മൊത്തത്തിൽ കവർ ചെയ്ത ഒരു ഡ്രസ്സാണ് ഈ കവറോൾ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുക. പിന്നെ ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ ഫേസ് മാസ്കുകൾ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ലാബിൽ നിൽക്കുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ സ്പില്ലായ വസ്തുക്കളെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇതിന് പ്രത്യേകം മെറ്റീരിയൽസ് ഉണ്ട്, അബ്സോർപ്ഷൻ മെറ്റീരിയൽസ് ഉണ്ട്. അത് വെച്ച് ക്ലീൻ ചെയ്യുക. സാധാരണ ക്ലോത്ത് വെച്ചിട്ടൊന്നും ചെയ്യാതെ അബ്സോർപ്ഷൻ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുക. പേപ്പർ ടവൽസ് യൂസ് ചെയ്യാം. പിന്നെ കമേഴ്ഷ്യൽ സ്പിൽ പാഡ്, പില്ലോ, സ്പിൽ സോക്സ്, ലൂസ് അബ്സോർബന്റ്. ഈ കെമിക്കൽ സ്പിൽസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക തരം മെറ്റീരിയൽസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. സ്പിൽ പാഡ്, പില്ലോ. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് സോക്സ് ആണ്, സ്പിൽ സോക്സ് എന്ന് പറയുമ്പോൾ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ആ സ്പെസിമെൻ മൊത്തം നമുക്ക് ക്ലീൻ ചെയ്ത് അങ്ങ് എടുക്കാൻ പറ്റും. സോ അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പില്ലായ സ്പെസിമെനെ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത് ക്ലീൻ അപ്പ് ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ്. സ്പില്ലായ ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 5 റെഡ് ബയോ ഹസാർഡ് വേസ്റ്റ് ബാഗ് ഫോർ ബയോ ഹസാർഡ് സ്പിൽ ഡെബ്രി. ബയോ ഹസാർഡ് ഉള്ള ഹസാർഡിയസ് ആയിട്ടുള്ള ബയോ വേസ്റ്റ് ആണ്, ഇപ്പം ബയോ സ്പെസിമെൻ ആണ് സ്പിൽ ചെയ്തതെങ്കിൽ നമ്മൾ ഏകദേശം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു 3 മുതൽ 5 റെഡ് നിറത്തിലുള്ള വേസ്റ്റ് ബാഗുകൾ നമ്മൾ വച്ചിട്ടുണ്ടാവണം. പിന്നെ EHS ഹസാർഡ് വേസ്റ്റ് ലേബിൾസ്, അതിനെ ഇപ്പൊ നമ്മൾ ആ സ്പെസിമെനെ കളക്ട് ചെയ്ത് ആ ബാഗിലാക്കിയിട്ട് ആ സ്പില്ലായ സ്പെസിമെനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളൊരു ലേബലിൽ, EHS എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ ഫുൾ ഫോം എൻവയോൺമെന്റ് ഹെൽത്ത് സേഫ്റ്റി എന്നാണ് കേട്ടോ. EHS എൻവയോൺമെന്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി.
അപ്പോൾ ഇവരുടെ തന്നെ ലേബൽസ് ഉണ്ട്. ഇപ്പൊ ലേബൽസിൽ നമ്മൾ പൊതുവിൽ എന്ത് മെറ്റീരിയൽ ആണ്, അതിന്റെ ഹസാർഡസ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടായിരുന്നത്, ആരാ പ്രൊഡ്യൂസ് ചെയ്തത്, എന്നാ പ്രൊഡ്യൂസ് ചെയ്തത്, ആ വേസ്റ്റ് എന്നാ ജനറേറ്റ് ചെയ്തത്, അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന രീതിക്കുള്ള ലേബൽസ് നമ്മളെ കവറിൽ എന്നിട്ട് ഒട്ടിക്കാം. പിന്നെ ഉള്ളത് ഫോർസെപ്സ് ഓർ ടോങ്സ് ഫോർ പിക്കിംഗ് അപ്പ് ബ്രോക്കൺ ഗ്ലാസ് ഓർ അതർ ഷാപ്പ്. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പം സ്പെസിമെൻ ഇരുന്നത് എന്തെങ്കിലും അപ്പാറ്റസിലായിരിക്കും, അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പിക്ക് ചെയ്യാൻ നമ്മൾ ഫോർസെപ്പുകളോ ടോങ്ങുകളോ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫോർസെപ്സും ടോങ്സും ഒക്കെ മാറ്റി വെച്ചിരിക്കുക. പിന്നെ ഇത് ഇപ്പൊ എല്ലാം മാറ്റിയ ശേഷം അവിടെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യല്ല. അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് ബ്ലീച്ച് ആൻഡ് എംപ്റ്റി ബോട്ടിൽ ഓർ അനദർ അപ്രോപ്രിയേറ്റ് ഡിസിൻഫെക്റ്റന്റ്, ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് അതെടുക്കുക. സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബ്ലീച്ച് ആണ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യാനായിട്ട് ഇവർ എടുക്കുന്നത്. സോ ഇത് ഇത്രയും കീപ്പ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഒരു പ്രിക്കോഷണറി എന്ന രീതിക്ക് എടുത്തു വച്ചേക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇനി സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ. ഇത്രയാണ് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ. ഇനി ഈ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. അപ്പൊ ആ റിസ്ക് നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് തിങ്, എന്താണ് സ്പില്ല് ചെയ്തതെന്നുള്ളത് നോക്കണം. പിന്നെ ടൈപ്പ് ഓഫ് സ്പില്ല്, അത് ലിക്വിഡ് ആയിട്ടാണോ സ്പില്ലായത്, സോളിഡ് ആയിട്ടാണോ, അത് എയറിൽ സ്പ്രെഡ് ആവുകയാണോ ചെയ്ത്, അത് നോക്കണം. പിന്നെ എത്ര എമൗണ്ട് സ്പില്ലായി എന്നുള്ളതും, ലൊക്കേഷൻ, ഓപ്പൺ ഏരിയയിലാണോ, ലാബിനകത്താണോ, ഒരു റൂമിനകത്താണോ, അങ്ങനെയൊക്കെയുള്ള ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് നോക്കണം. പിന്നെ ഈസ് ദർ എ പൊട്ടൻഷ്യൽ ഫോർ റിലീസ് ഇൻ ടു ദ എൻവയോൺമെന്റ്, ഇത് ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമാണ് സ്പിൽ ആയിട്ടുള്ളതെങ്കിൽ അത് എൻവയോൺമെന്റിലേക്ക് റിലീസ് ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതൊക്കെ, ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്പെസിമെൻ സ്പില്ലേജ് ഹാർംഫുൾ ആണോ, അത് റിസ്കി ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ആ റിസ്കി നമ്മൾ എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് പല ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റിസ്ക് ഗ്രൂപ്പ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് RG1, RG2, RG3. RG1 പറയുന്നത് ഏജൻസ്, ഈ സ്പില്ലിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസ് നമ്മളെ ഹെൽത്തി അഡൾട്ട് ആയിട്ടുള്ള, അതായത് അഡൾട്ട് ആയിട്ടുള്ള മനുഷ്യരെ ഡിസീസുമായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് മറ്റുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനിയായിട്ടുള്ളതല്ല എങ്കിൽ കുഴപ്പമില്ല, അത് റിസ്ക് കുറഞ്ഞ ഗ്രൂപ്പാണ് RG1. RG2 വരുമ്പോൾ ഹ്യൂമൻ ഡിസീസ് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ അത്ര സീരിയസ് ആയിട്ടുള്ളതല്ല. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഇന്റർവീൻ ചെയ്ത് അതിനെ ഓക്കെ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് RG2. ഇനി RG3 വരുമ്പോൾ അങ്ങനെയല്ല, ഹ്യൂമൻ ഡിസീസ് ഉണ്ടാക്കുന്നതിന് പക്ഷെ സീരിയസ് ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷെ ഹൈ റിസ്ക് ആണ്, ഹൈ ഇൻഡിവിജ്വൽ റിസ്ക് ആണ്. ആ ആൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹൈ ഇൻഡിവിജ്വൽ റിസ്ക് ആണ്. സോ അങ്ങനത്തെ ഒരു കേസൊക്കെയാണ് നമ്മൾ RG3 വരുന്നത്. അങ്ങനെ നമ്മൾ അസസ് ചെയ്യും ഈ സ്പില്ലേജ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളത്. ഇനി അപ്പൊ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാം. ആ ഒരു ഏരിയയൊക്കെ നമ്മൾ ആ സ്പില്ല് ചെയ്ത ഏരിയ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ശേഷവും നമ്മുടെ കൈകളും മുഖങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, സോപ്പ് വെച്ച്, സോപ്പും വെള്ളവും യൂസ് ചെയ്ത്, സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഫുൾ ഡിസ്പോസബിൾ ഗ്ലൗസ്, ലാബ് കോട്ട്, ഗോഗിൾസ് ഇതെല്ലാം നമ്മൾ ധരിച്ചിട്ടുണ്ടാവണം. പുതിയ ഫ്രഷ് ആയിട്ടുള്ള, യൂസ് ചെയ്തിട്ടുള്ളതല്ല, ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമ്മൾ സാധാരണ ഹൗസ് ഹോൾഡ് ബ്ലീച്ച് തന്നെയാണ്, 10% കോൺസെൻട്രേറ്റഡ് ബ്ലീച്ച് സൊല്യൂഷനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ അവിടെ ഇട്ടിട്ട് 20 to 30 മിനിറ്റ്സോളം നമ്മൾ വെച്ചേക്കും. സോ ദാറ്റ് ആ ഒരു ടൈമിലാണ് അത് മൊത്തം ക്ലീൻ ആയി, ആ ഒരു ഡിസിൻഫെക്റ്റിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവുക. അപ്പോൾ അവിടെ എന്തെങ്കിലും മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകും. പിന്നെ ഈ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസിനൊക്കെ ബയോ ഹസാർഡ് വേസ്റ്റിനെ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ആ ബാഗുകളിലാക്കി ഡിസ്പോസ് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ സ്പില്ല് സൂപ്പർവൈസറിനെ അറിയിക്കുക. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാകുമ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. സോ അത് റിപ്പോർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ചിലപ്പോൾ നമുക്ക് അത് റിസ്ക് ആയിട്ട് തോന്നത്തില്ലായിരിക്കും, പക്ഷെ ആക്ച്വലി ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള കേസാണ്. സോ ബയോളജിക്കൽ സ്പിൽസിന്റെ കേസിൽ അറിയിക്കേണ്ട മെന്റേഴ്സിനെ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അറിയിക്കുക. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ ഗൈഡ് ലൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻ ഒക്കെ സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷനെ കുറിച്ചും പിന്നെ ബയോളജിക്കൽ സ്പെസിമെൻസ് സ്പിൽ ചെയ്താൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നത്. ബാക്കി പെൻഡിങ് ടോപ്പിക്സ് വിൽ ബി കവേർഡ് ഇൻ അടുത്ത സെഷൻസിലൊക്കെ ആയിട്ട്. സോ ടിൽ ദെൻ സ്റ്റഡി വെൽ. താങ്ക് യു.